നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ പോയി ഇപ്പം നമ്മുടെ നടുവിലിരിക്കുന്ന, ഇനിയും നമ്മെ ചേർക്കാൻ വരുന്ന ക്രിസ്തുവിനെ ഈ മൂന്നാം രാത്രിയിലും ഉയർത്തുവാൻ പോകുകയാണ്. നമുക്ക് സമയമൊട്ടും കളയാതെ വിശുദ്ധ വേദഗ്രന്ഥത്തിൽ നിന്ന് ഒരു തിരുവെഴുത്ത് വായിച്ചുകൊണ്ട് ഇന്ന് രാത്രിയിൽ യേശു ക്രിസ്തുവിനെ ഇവിടെ ഉയർത്തുവാനായിട്ട് പോകുകയാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുകയും പഠിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്നത്. എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 2-ാമത്തെയും 3-ാമത്തെയും വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. ബൈബിൾ ഉള്ളവർ ഒന്ന് എടുത്താൽ അത് ഏറെ നല്ലതായിരിക്കും. എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 2-3 വാക്യങ്ങൾ. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുവിൻ. മതി. നല്ല വചനത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. എബ്രായ ലേഖനം 13 അധ്യായങ്ങളുള്ള ഒരു ലേഖനമാണ്. 302 വാക്യങ്ങൾ അതിനകത്തുണ്ട്. ദൈവത്തിൽ വന്നവൻ ഇല്ല ഇല്ല എന്ന് പറഞ്ഞ് പുറകോട്ട് പോയപ്പം നിങ്ങൾ എന്തില്ലെന്ന് പറഞ്ഞോ അത് ഉണ്ടേ എന്ന് എഴുതി ഉറപ്പിക്കുന്ന ഒരു ലേഖനമാണ് എബ്രായ ലേഖനം. എബ്രായ ലേഖനം 11-ാം അധ്യായം ബൈബിളുമായി അല്പം ബന്ധമുള്ള എല്ലാവർക്കും അറിയാം, വിശ്വാസ വീരന്മാരുടെ പട്ടികയാണ്. ഹാബേൽ തുടങ്ങി ശവുമേൽ വരെയും, ശവുമേൽ തുടങ്ങി പ്രവാചകന്മാരുടെ പേര് പറഞ്ഞ് വിവരിപ്പാൻ സമയമില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നതാണ് 11-ാം അധ്യായം. കുറേ മുത്തുകൾ ഒരു ചരടിൽ കൊരുത്ത് മാലയാക്കുന്നത് പോലെ പഴയ നിയമത്തിലെ അത്ഭുതങ്ങളെ എല്ലാം കൂടെ കോർത്തിണക്കി അതിനറ്റത്ത് വിശ്വാസമെന്ന വാക്ക് കൂട്ടിച്ചേർത്ത് എബ്രായ ലേഖനം 11-ാം അധ്യായം നിറച്ചു നിർത്തിയിരിക്കുക. 12-ാം അധ്യായത്തിൽ ആ ലേഖനകർത്താവ് പറയുക, 11-ാം അധ്യായത്തിലെ ആരെയും നോക്കരുത്, നോക്കിയാൽ പല കുറവുകൾ അവർക്ക് കാണും. നോക്കേണ്ടത് ഒരാളെ മാത്രം, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെയാണ്. എബ്രായ ലേഖനത്തിലെ കാതലായ വിഷയം അതിശ്രേഷ്ഠനായ ക്രിസ്തു എന്നുള്ളതാണ്. ക്രിസ്തു ആരാന്നറിഞ്ഞെങ്കിലേ ഒരു മനുഷ്യന്റെ നോട്ടം പാപവും ലോകവും വിട്ട് ക്രിസ്തുവിലാകത്തുള്ളൂ. ഇച്ചിരിയൊക്കെ മനസ്സിലായതിൻ്റെ ആവേശമാണ് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഉയരുന്ന സ്തുതി സ്തോത്രങ്ങൾ. എന്നാൽ അറിയേണ്ടവനെ അറിയേണ്ട പോലെ അറിഞ്ഞാൽ ആരാധിക്കുന്നവന്റെ ആരാധനയുടെ ഭാവം മാറും. സ്തോത്രം. നമുക്ക് ഇച്ചിരിയുടെ ഗഹനമായി ഇന്ന് രാത്രി ഞാൻ പ്രസംഗിച്ചാലോ, ഈ വർഷത്തിന്റെ 3 മാസം നിർത്താതെ യോഗം പ്രസംഗിച്ചാലോ, ഒരു ജന്മം പ്രസംഗിച്ചാലോ ക്രിസ്തു ആരാന്നുള്ള യഥാർത്ഥ ചിത്രം നമുക്ക് പിടികിട്ടത്തില്ല. കാര്യം പ്രസംഗിക്കും തോറും അവൻ ആരാന്ന് ഉള്ളത് കാര്യം പ്രസംഗത്തിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കും. അല്പം കൂടെ ആഴമായി നമുക്ക് ധ്യാനിക്കാം. അപ്പൊ ഈ എബ്രായ ലേഖനത്തിന്റെ കാതലായ വിഷയം അതിശ്രേഷ്ഠനായ ക്രിസ്തു. മറ്റൊരു ഭാഗം പഠിക്കുമ്പോൾ മഹാനായ ക്രിസ്തു എന്ന് കാണാം. എന്ന് പറഞ്ഞേ, ശ്രേഷ്ഠനായ ക്രിസ്തു.
മഹാനായ ക്രിസ്തു. മറ്റൊരു ഭാഗത്ത് എഴുതിയിട്ടുണ്ട് മഹാപുരോഹിതനായ ക്രിസ്തു. ഇച്ചിലൂടെ കടന്നെഴുതിയിട്ടുണ്ട് അതിശ്രേഷ്ഠ മഹാപുരോഹിതനായ ക്രിസ്തു. അപ്പൊ എബ്രായ ലേഖനം മുഴുവൻ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുക. നമ്മുടെ ശരീരം എവിടെ മുറിഞ്ഞാലും ബ്ലഡ് വെളി വരുന്ന പോലെ എബ്രായ ലേഖനം എവിടെ മുറിച്ചാലും യേശു ക്രിസ്തുവിനെ കാണാം. സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കണം, എബ്രായ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം പഠിക്കുമ്പോൾ യേശു ക്രിസ്തുവിനെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. എന്ത് ചെയ്യണം? ശ്രദ്ധിച്ചു നോക്കണം. ഇന്നിവിടെ വന്നവരോട് ഞാൻ പറയാം, ഒരു പിടി പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിലും അതിന്റെ മുഴുവൻ ഉത്തരം ക്രിസ്തുവിലുണ്ട്. സ്തോത്രം. ഉലകത്തിൽ ആർക്കും പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നം പരിഹരിക്കുന്നവന്റെ പേരാ യേശു. തിരിച്ചറിയുന്നവർക്കായി സ്തോത്രം ചെയ്യുക. യേശുവിനെ ആരുടെ മുമ്പിലും പ്രസന്റ് ചെയ്യാം, എവിടെ വേണേലും പ്രസന്റ് ചെയ്യാം. ഞാൻ ഒരിക്കലൊരു സുവിശേഷ യോഗം നടത്തുക, മൂവാറ്റുപുഴയിലാണ് നടത്തുന്നത്. അപ്പം ധാരാളം നോട്ടീസുകൾ അച്ചടിച്ച് ആ പ്രദേശം മുഴുവൻ പരത്തി. എൻ്റെ ഒരു ഓർമ്മ ശരിയാന്നേ, ഒരു 16,000 നോട്ടീസ് ഒരു 10 വർഷം പുറകില എല്ലായിടത്തും ആൾക്കാരുടെ കരങ്ങളിൽ എത്തിച്ചു. അപ്പൊ അന്നത്തെ മീറ്റിങ്ങിന്റെ ഹെഡിങ് യേശു അത്ഭുതം ചെയ്യും അതായിരുന്നു. അതിന്റെ താഴെ ചില കാര്യങ്ങൾ എഴുതും. ശാപത്തിൽ നിന്നുള്ള മോചനം, രോഗത്തിൽ നിന്നുള്ള സൗഖ്യം. അതന്നേരം മീഡിയയിൽ ഇരിക്കുന്ന ആൾക്കാരുടെ ആത്മീകത പോലെ എഴുതുന്നേ. അപ്പൊ അന്നിരുന്ന പയ്യൻ ഇച്ചിരി എരിവുള്ളവനായോണ്ട് അവൻ എഴുതി, കടത്തിൽ നിന്ന് ഉടൻ വിടുതൽ, രോഗത്തിൽ നിന്ന്. ഇത് ഞങ്ങൾ വായിക്കാനും പറ്റിയില്ല. എന്നും നോട്ടീസ് ആയോണ്ട്, എപ്പോഴും നോട്ടീസ് ആയോണ്ട് എല്ലാം വായിക്കാൻ പറ്റിയില്ല. ഇല്ല, ടി വിക്കാരെ വിളിക്കുന്ന പോലെ വിളി. പിള്ളേർക്ക് സഹി കെട്ടുമ്പോ ഫോൺ എൻ്റെ കൊണ്ട് തന്നു. എനിക്ക് വന്ന ആദ്യത്തെ വിളി, ഹലോ, കടത്തിന്നുടൻ വിടുതലാണോ? ഞാൻ പറഞ്ഞു അതെ. അടുത്ത ചോദ്യം, എത്ര വരെ പിടിക്കും? ഇപ്പൊ ചോദിച്ച എത്രയും കടമുണ്ട്? 1 കോടി. അതുക്കും മേലെ പിടിക്കും. അടുത്ത ചോദ്യ, എത്ര നേരം എടുക്കും? അത് വരുന്നോന്റെ മിടുക്ക. 38 കൊല്ലം ഒരുത്തം പോയി കിടന്നിട്ടും ഗുണമുണ്ടായില്ല. പക്ഷെ ഒരു സ്ത്രീ ഇടയ്ക്കൂടെ വന്ന് എഴഞ്ഞു വന്ന് തൊട്ടു പോയി. അപ്പൊ വരുന്നവന്റെ മിടുക്ക, സൗഖ്യത്തിന്റെ വെളിപ്പെടുത്തൽ. ഇനി ഞാൻ നിങ്ങളോട് തുറന്നു പറയാം, ഒരു ഞെരുക്കമുള്ളവൻ, ഒരു കടമുള്ളവൻ നിന്റെ അടുക്ക വന്നാൽ നിന്റെ പോക്കറ്റിൽ നിന്ന് കൊടുത്ത് പഠിപ്പിക്കരുത്. പിണങ്ങരുത്. ലോകത്തിലെ ഏറ്റവും വലിയ ഫൈനാൻസറെ പരിചയപ്പെടുത്തണം. പൗലോസ് പറയുക, തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും നൽകുവാൻ തക്കവണ്ണം അവൻ സമ്പന്നനാ. ഒരാമയും പറഞ്ഞാട്ട്. എന്റെ ദൈവം ആരാ? അവന്റെ സമ്പത്ത് പറഞ്ഞാൽ തന്നെ ഇപ്പം നിങ്ങൾ കസാറ എഴുന്നേക്കും. ഈ ദൈവത്തിന്റെ പ്രത്യേകത പറയാം, ദൈവം ഉണ്ടാക്കിയതൊന്നും തീർന്നു പോകുകയല്ല. 3-4 കാര്യം പറയാം. ദൈവം ഉണ്ടാക്കിയതാ വെള്ളം. കുടിച്ചാ തീരുമോ? കുളിച്ചാ തീരുമോ? നീന്തിയാ തീരുമോ? പറ. അത് മലയാളി മാത്രമേ ഉള്ളൂ. ആഫ്രിക്കക്കാരനും ഇറ്റലിക്കാരനും ജർമ്മനിക്കാരനും എല്ലാം നീന്തുക എന്നിട്ട് തീരുന്നോ? 2, ദൈവം ഉണ്ടാക്കിയതാ വൃക്ഷങ്ങൾ. വെട്ടിയാ തീരുമോ? തീയിട്ടാ തീരുമോ? ഇന്ന് വെട്ടിയാ നാളെ കിളിക്കും. തീരുകയല്ല ദൈവം ഉണ്ടാക്കിയത്.
ദൈവം ഉണ്ടാക്കിയതാണ് മീനെ. നിന്റെ 3-ാമത്തെ വയസ്സിൽ ഇമ്മിമി നിന്നാൻ തുടങ്ങിയതാ. നീ മാത്രമാണോ? ആന്ധ്രക്കാരും ആഫ്രിക്കക്കാരും ഇറ്റലിക്കാരും സായി മൊത്തം എണ്ണം പിടിയാ. തീരുവോ? നാട്ടുകാർ മുഴുവൻ ഈയിടെ ഒരു കോറി മുതലാളിയുടെ കോറിയും ഞാൻ പോയി. അങ്ങർക്ക് ഒരു 10-45 JCB ഒരു 10-600 ടിപ്പറും ഒക്കെ ഉണ്ട്. പുള്ളി ഒരു മുതലാളിയെ പോലെ നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഇത് നിന്റെ അപ്പന്റെ വയൊന്നുമില്ല, ദൈവം ഉണ്ടാക്കിയതാ. എന്നാ നിങ്ങൾ വേണ്ടാത്തെ? പൊട്ടിച്ചാ തീരുകയല്ല. കണ്ടോ, ദൈവം ഉണ്ടാക്കിയതൊന്നും. പിന്നെ ചിലര് തേയ്മാനമാണെന്ന് പറഞ്ഞ് കൈ പൊക്കാതിരിക്കുന്നുണ്ട്. പേടിക്കണ്ട, നിന്നെ ഉണ്ടാക്കിയത് അങ്ങേലെ നാണുവല്ല, ദൈവമാ. സ്തുതിക്കാമെങ്കിൽ സ്തുതിക്കാവൂ. ചില കഴിയുമ്പോൾ തന്നെ സ്തുതി വന്നോളും. അപ്പം മലയാളി കുഴിച്ച വെള്ളം, അറബി കുഴിച്ച ഓയില് ഉണ്ടാകട്ടെ എന്ന് ഒറ്റ വാക്കിൽ ഉണ്ടാക്കി വെച്ചിരിക്കുക. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. ഭൂമിയിലുള്ള സകലം എത്ര കോടി ജനത്തെ ഉണ്ടാക്കിയേ, ആ ഉണ്ടാക്കിയ എല്ലാ ജനത്തിനും ജീവിക്കാനുള്ള വക ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. മടിയരല്ലാത്ത എല്ലാവർക്കും ജോലിയുണ്ട്. മടിയരല്ലാത്ത ഈ കണ്ണാടി ഒരു കമ്പനി ഉണ്ടാക്കി 1000 പേരുടെ ജോലി. ഈ തുവാല ഒരു കമ്പനി ഉണ്ടാക്കി അതും 1000 പേരുടെ ജോലി. ഈ ഫോൺ ഉണ്ടാക്കിയ ഒരു കമ്പനിയാ, ഈ സ്റ്റാൻഡ് ഉണ്ടാക്കിയ ഒരു കമ്പനിയാ, സ്റ്റേജ് ഉണ്ടാക്കിയ ഒരു കമ്പനിയാ, നീ ഇട്ടിരിക്കുന്ന ഡ്രസ് വരെ കമ്പനിയാ. മൊത്തം പേർ. മടിയന്മാർക്ക് മാത്രം എന്തോ ഇല്ല. കഴിഞ്ഞ ദിവസം എൻ്റെ അടുക്കൽ ഒരു ബ്രദർ പ്രാർത്ഥിക്കാൻ വന്നിട്ട് പറഞ്ഞു, ഞാൻ എവിടെ ജോലിക്ക് പോയാലും എന്നെ പറഞ്ഞു വിടുക, പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു എന്തിനാ? പറഞ്ഞു വിട്ടെ. പക്ഷെ ഉച്ചയ്ക്ക് ചോറുണ്ടാൽ ആരായാലും ഒന്ന് കണ്ണടച്ചു. ഞാനൊന്ന് കണ്ണടച്ചന് എന്നെ പറഞ്ഞു വിട്ടു. ഞാൻ പറഞ്ഞത് ഭയങ്കരമായി പോലെ. ഒന്ന് കണ്ണടച്ചെന്ന് കരുതി ജോലി നിന്ന് വിട്ടോ. എപ്പോഴാ കണ്ണടച്ചേ? 1:30. എപ്പോഴാ തുറന്നേ? 5:30. അവനെ ജോലിക്ക് വെച്ച കമ്പനി പൂട്ടും. മിണ്ടുന്നില്ല. സുവിശേഷ വേല ചെയ്യാത്ത ഉപദേശിമാരോടും പറയുക, സ്തോത്രം, വേല വളരുകയല്ല, വേല വളരണേ, വേല ചെയ്യണം. ഒരു സ്തോത്രമൊന്നും വരുന്നില്ല. അത് ഞങ്ങൾ ഭാഷന്മാരായിരിക്കും സ്തോത്രം കുറഞ്ഞത്. പോട്ടെ, ഞാൻ ഈ ദൂതിലേക്ക് വരിക. അപ്പൊ ദൈവം സകല മനുഷ്യനും വേണ്ടത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരാൾ ഒരു മേഖല അനുഗ്രഹിക്കപ്പെട്ടെന്ന് കരുതി നമ്മൾ ഇപ്പൊ ഒരാൾ പാറ പൊട്ടിച്ച് കോറി മുതലേ ആളുടെ നാളെ നീ പാറ പൊട്ടിക്കാൻ പോകരുത്. പോയാൽ നീ പരാജയപ്പെട്ടു പോകും. നിനക്ക് എന്താ വെച്ചെന്ന് നീ കണ്ടുപിടിക്കണം. അതെങ്ങനെ അറിയുന്നത്? ദൈവം എന്ന 2 അക്ഷരത്തിന്റെ കീഴിൽ നീ വരണം. വരുമ്പോൾ നിന്നെ ആരാക്കാമെന്ന് ബൈബിള് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരിക്കല് തൃശ്ശൂര് പ്രസംഗിക്കാൻ പോയപ്പോ അവിടെ വെച്ച് പരിചയപ്പെട്ടൊരു സ്നേഹിതൻ അവരുടെ നാട്ടിൽ പ്രസംഗിക്കാൻ പോയപ്പം എന്നെ അദ്ദേഹത്തിന്റെ കമ്പനിയിലൊന്ന് പ്രാർത്ഥിക്കാൻ കൊണ്ടുപോയി. ഇപ്പൊ ചെന്നപ്പോ ഒരു ചെറിയ ഒരു സംരംഭമാണ്. പക്ഷെ അതിനകത്തോട്ട് കയറിയപ്പോ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. മനുഷ്യൻ 4 മണിക്ക് കഴിക്കുന്ന ഉഴുന്നുവടയും പരിപ്പുവടയും നെയ്യപ്പോ ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ചെറിയ ഫാക്ടറി 100 പേര് ജോലി ചെയ്യുക. ആ ഫാക്ടറിക്ക് വെളിയിലിറങ്ങുമ്പോൾ ഞെട്ടിപ്പോയി. ഒരു 10,000-2,000-3,000 പെട്ടിയോട്ട ബോഡി ചെയ്തിട്ടേക്കുക. 3,000 ഡ്രൈവർമാർ നിൽക്കുക. ഇത് കടകളിൽ എത്തിക്കാനാ. എൻ്റെ കൂടെ വണ്ടി ഓടിച്ചു പോയ പുള്ളി തിരിച്ചു വന്നപ്പോൾ ചാവി എനിക്കെന്ന് വെച്ച് പറഞ്ഞു, ഞാനും വടക്കട തുടങ്ങുവാന്ന് പറഞ്ഞു. പക്ഷെ 4 ആഴ്ച കൊണ്ട് അവന്റെ വടക്കട പൂട്ടി. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഇവിടെ എന്താ പറയാൻ പോകുന്നത് ശ്രദ്ധിക്കണം. നിനക്കുള്ളത് എന്താണെന്ന് നീ കണ്ടെത്തണമെങ്കിൽ നിന്റെ നോട്ടം യേശു ക്രിസ്തുവിൽ പതിയണം. ഇന്ന് ഞാൻ സന്ദേശം പറയാം. പാപത്തിൽ പതിഞ്ഞു കിടക്കുന്ന കണ്ണുകൾ, ലോകത്തിൽ പതിഞ്ഞു കിടക്കുന്ന കണ്ണുകൾ അവിടുന്നെല്ലാം ഇന്ന് പറയണം. ആ കണ്ണ് യേശു ക്രിസ്തു എന്ന കേന്ദ്ര ബിന്ദുവിലേക്ക് ഇന്ന് ചെന്ന് പതിയണം. നിങ്ങൾ ശ്രദ്ധിക്കണം. യേശു ക്രിസ്തുവിന് മുന്നോടിയായി വന്നവനാണ് യോഹന്നാൻ. ഈ എന്റെ പ്രസംഗമോ ഇവിടെയുള്ള പാസ്റ്റർമാരുടെ പ്രസംഗം പോലെ അല്ല യോഹന്നാന്റെ പ്രസംഗം. യോഹന്നാന്റെ പ്രസംഗം കേട്ടോണേ. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു,
മാനസാന്തരപ്പെട്. അടുത്ത കേട്ടു, സർപ്പത്തിന്റെ മക്കളെ കോടാലി വൃക്ഷത്തിന്റെ ചുവട്ടി വെച്ചിരിക്കുക, നിന്നെ കാച്ചിക്കളയും. യോഹന്നാൻ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ, ജനമെല്ലാം കേട്ടോണ്ട് നിൽക്കുമ്പോ, അതിന്റെ നടുക്കൂടെ യേശു നടന്നു വരിക. യോഹന്നാന്റെ പ്രസംഗത്തിന്റെ താളം മാറി. യോഹന്നാൻ പറഞ്ഞു, ദാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. യേശു ഒരു യോഗത്തിൽ വന്നാൽ, യേശു ഒരു വീട്ടിൽ വന്നാൽ, യേശു ഒരു സ്ഥലത്ത് വന്നാൽ ശുശ്രൂഷയുടെ താളം മാറും, ആരാധനയുടെ രീതി മാറും, കയ്യടിയുടെ സ്വഭാവം മാറും. ഇന്ന് രാത്രി ഇവിടെ പന്തലല്ല വലുത്, ക്രിസ്തുവാ വലുത്. ഹല്ലേലൂയ. ശ്രദ്ധിച്ചു കേൾക്കണം. ഹല്ലേലൂയ. യേശു ക്രിസ്തു കടന്നു പോകുക. യോഹന്നാൻ പറയുക, ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലോട്ട് വന്നുകൊണ്ടിരിക്കുക. രണ്ടാമത്തെ ദിവസം യോഹന്നാൻ സ്നാനപ്പെടുത്തുക. അന്നെ പിന്നെ യേശു അവിടേക്ക് വന്നു. വീണ്ടും യോഹന്നാൻ പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഞാനൊരു കാര്യം പറയാം, കാണിച്ചു കൊടുക്കാൻ ഒരാളെ ഉള്ളൂ, അവന്റെ പേരാ യേശു. ഒരാമയും വരുന്നില്ല. പൗലോസ് ഒരിക്കൽ തന്നെ ലേഖനത്തിൽ ചോദിച്ചു, ആമി അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും, പ്രസംഗിക്കാതെ എങ്ങനെ കേൾക്കും, കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കും, വിശ്വസിക്കാതെ എങ്ങനെ ചേർന്ന് നിൽക്കും? അപ്പൊ അയക്കപ്പെടണം, പ്രസംഗിക്കപ്പെടണം, പ്രസംഗിക്കപ്പെടുമ്പോൾ വിശ്വസിക്കണം, വിശ്വസിക്കുന്നവനത് വിടുതല. ഓ ഹല്ലേലൂയ. നമുക്ക് ഇച്ചിരൂടെ ഗഹനമായി വരാം. യേശുക്രിസ്തു യോഹന്നാന്റെ അടുക്കൽ പോകുമ്പോ യോഹന്നാനും അന്ത്രയോസും യേശുവിന്റെ പുറകെ പോയി. അല്ലെ, യോഹന്നാനാ പറഞ്ഞു കൊടുത്തേ, സ്നാപക യോഹന്നാൻ പറഞ്ഞു കൊടുത്തു. തന്റെ പുറകെ ആരോ വരുന്ന കണ്ടപ്പോ യേശു തിരിഞ്ഞു നോക്കി. നമ്മൾ പാസ്റ്റർമാര് തിരിഞ്ഞു നോക്കിയില്ലേ, യേശു എന്തോ ചെയ്യും? തിരിഞ്ഞു നോക്കി. അവരോട് ചെന്നാ അവിടെ പറഞ്ഞു, എവിടാ പാർക്കുന്നത്? 5 സ്റ്റാറിലാണോ 3 സ്റ്റാറിലാണോ എന്നറിയണം. യേശു പറഞ്ഞു, വന്ന് കാണാൻ പറഞ്ഞു. ചെന്നപ്പോ എവിടാ? ഒരു മലയുടെ മുകളിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുക. എന്തായാലും വേണ്ടുകല്ല, 2 പ്രസംഗവും ഒരു രാത്രിയിലെ പാർപ്പുമായപ്പോൾ യോഹന്നാന്റെ ശിഷ്യന്മാർ യേശുവിന്റെ ശിഷ്യന്മാരായി. ഞാനൊരു ദൂത് നിന്നോട് പറയാം, നിന്റെ വീടിന്റെ അന്തരീക്ഷം മാറ്റാൻ കഴിയുന്ന ഒരാളെ ഉള്ളൂ, അവന്റെ പേരാ യേശു. ഇന്ന് രാത്രി യേശുവുള്ള വീട് സ്വർഗമാണ്, ക്രിസ്തുവുള്ള വീട് സ്വർഗമാണ്. പിറ്റേ ദിവസം രാവിലെ യേശുവും അന്ത്രയോസും യോഹന്നാനും കൂടെ പോരുമ്പോ യേശുവിന്റെ വഴിക്ക് പോയി. രാത്രി മുഴുവൻ പ്രാർത്ഥനയാ. ഈ പ്രാർത്ഥിക്കുന്നവന്റെ കൂടെ ഇരുന്നാൽ ഏത് പ്രാർത്ഥിക്കാത്തവനും എന്തു ചെയ്യും? എന്തോ പ്രാർത്ഥിക്കും. ഉറങ്ങുന്നവന്റെ കൂടെ ഇരുന്നാലോ? ഏത് ഉറങ്ങാത്തവനും അന്ന് 200 കോട്ടുവാ വിട്ട് ഉറക്കം തുടങ്ങും. നിങ്ങൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ചിലർ ഇരിക്കുന്നത് വരെ ആളും തരവും നോക്കിയേ ഇരിക്കൂ. ചിലർ അടുക്ക ഇരുന്നാൽ അറിയാതെ ആരാധിച്ചു. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചു കേൾക്കണം. ഹല്ലേലൂയ, സ്തോത്രം. അവൻ എന്താ പറയാനുള്ളത്? ഞാൻ ഭൂതം ബാധിച്ചവനായിരുന്നു, യേശു എന്നെ സൗഖ്യമാക്കി, അവൻ ഇന്നും സൗഖ്യമാക്കുന്ന ദൈവമാ. ഇച്ചൂരുടെ ദൂതിലേക്ക് വരാം. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. സ്തോത്രം. ചുരുക്കി പറയാം, ഇവർ പത്രോസിനെ കൊണ്ട് യേശുവിന്റെ അടുക്ക ചെന്ന്, അവന്റെ പേര് ശീമോൻ എന്ന. പത്രോസിനെ കണ്ടപ്പോ യേശു പറഞ്ഞു, നിന്റെ പേര് ഇനി കേഫ എന്ന. ദൈവത്തിന് സ്തോത്രം. കർത്താവിന് ചിലരെ കാണുമ്പോൾ തന്നെ പേര് മാറ്റാൻ തുടങ്ങും. യാക്കോബിനെ കണ്ടപ്പോ പറഞ്ഞു, ഇനിയും നിന്റെ പേര് യാക്കോബ് എന്നല്ല, ഇസ്രായേൽ എന്ന.
ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് വചനത്തിൽ നിന്നൊരു സന്ദേശം പറയാം. നിന്റെ പേര് മാറ്റിയിടാൻ കഴിവുള്ള ഒരാളെ ഉള്ളൂ, അവന്റെ പേരാ യേശു. ഓ ഹല്ലേലൂയ. നിന്റെ സന്തതിയുടെ പേര് മാറ്റിയിടാൻ, നിന്റെ മിനിസ്ട്രിയുടെ തലങ്ങളെ മാറ്റി എഴുതുവാൻ കഴിവുള്ള ഒറ്റ ആളെ ഉള്ളൂ, അവന്റെ പേരാ യേശു. ഉടനെ കർത്താവ് അവനോട് പറഞ്ഞു, ശീമോൻ എന്ന് പറഞ്ഞ ഞാങ്ങണയെന്ന, കേഫ എന്ന് പറഞ്ഞ പത്രോസ് പാറക്കഷ്ണം, ഞാങ്ങണയാകുന്ന നിന്നെ ഞാനിപ്പോ പാറയാക്കും, അല്പം കഴിയുമ്പം നിന്നെ ആലയത്തിന്റെ തൂണാക്കും. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, നിന്നെ ദൈവത്തിന്റെ കയ്യിൽ കിട്ടിയാൽ നിന്നെ എന്താക്കാൻ പറ്റുമെന്ന് ദൈവം കാണിച്ചു തരും. ഓ ഹല്ലേലൂയ. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം, വിഷയം മറക്കരുത്. നിങ്ങളുടെ കണ്ണ് ക്രിസ്തുവിൽ നിന്ന് മാറല്ലേ. ഈ ചിലരൊക്കെ പറയും, ഞാൻ ഒന്നുമില്ലായ്മ കർത്താവിനെ കണ്ടതാ, എന്നിട്ട് ഇപ്പൊ എനിക്കെല്ലാം ഉണ്ട്, എന്നിട്ട് ഇപ്പൊ എനിക്ക് അത്ര വലിയൊരു ആത്മനിറവില്ല. അതിന്റെ കാരണം എന്നാ? ഞാൻ പ്രാർത്ഥിച്ച എല്ലാം കിട്ടി. ഞാൻ ഇന്ന് രാത്രി പറയാം, 1 കോടിയുടെ വീട്ടിൽ നീ ഉറങ്ങിയാലും ഇന്ന് രാത്രി നിന്റെ പ്രാണൻ പോയാൽ നീ ഉണ്ടാക്കി വെച്ചത് ആരനുഭവിക്കും? അതിനുപരി നിന്റെ നോട്ടം ക്രിസ്തുവിൽ പതിയണം. ഞാൻ കണ്ട ബൈബിളിലെ ഏറ്റവും വലിയ കോടീശ്വരൻ അബ്രഹാം. ഏറ്റവും വലിയ, നമ്മുടെ വീട് കൂടിപ്പോയ 3000 സ്ക്വയർ ഫീറ്റ്. ഇനി ഇച്ചിരൂടെ ആൾ പൈസ കൂടിയാന്ന് 4000. ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു ഹൗസ് വാമിൽ നിന്ന് പോയി, ആ വീട് 16,000 സ്ക്വയർ ഫീറ്റാ. അതിന് മുമ്പൊരു വീട് ഞാൻ പ്രതിഷ്ഠിച്ചു, അത് 34,000 സ്ക്വയർ ഫീറ്റാ. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ എറണാകുളത്ത്, ഞാൻ ആ കടൽക്കരയുടെ പേര് പറന്നുപോയി, ഓർക്കുമ്പോൾ പറയാം, അവിടെ ഒരു അച്ഛൻ്റെ വീട് കണ്ടു. ഹോ, ഞാൻ ഞെട്ടിപ്പോയി. 3 മണിക്കൂർ നടന്നിട്ടും 2 നില കണ്ടു തീർന്നില്ല. എന്നോ വീടാ, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. പക്ഷെ ഞാൻ കണ്ടതിൽ ഏറ്റവും വലിയ കോടീശ്വരൻ അബ്രഹാം. നമ്മുടെ വീട്ടിൽ പിന്നെ ആരുമില്ലല്ലോ. ആദാമും ഹവ്വായും പിന്നെ 2 പിള്ളേരുമേ ഉള്ളല്ലോ. അതിൽ ഒരുത്തൻ ജർമ്മനിലും ഒരുത്തൻ പാരീസിലും. ഇപ്പൊ നാട്ടുകാരാ കണ്ണി വെള്ളം ഒഴിച്ചു കൊടുത്തോണ്ടിരിക്കുന്നത്. പിണങ്ങരുത്. സ്തോത്രം. നാം 2, നമുക്ക് 2 ആണല്ലോ. പോട്ടെ, സ്തോത്രം. പക്ഷെ അബ്രഹാമിന്റെ, അപ്പൊ നമ്മളും നമ്മുടെ 2 പിള്ളേർക്ക് വേണ്ടിയായി 3000 സ്ക്വയർ ഫീറ്റ്. അബ്രഹാമിന്റെ വീട്ടിൽ ജനിച്ചു വളർന്ന അബ്യാസി 380. പിന്നെ അവരുടെ 365. പിന്നെ അവരുടെ അപ്പനും അമ്മയും. അപ്പൊ എത്രയായി? എല്ലാം കൂടെ 1000. ഇനിയും കൂട്ട് ദാസിദാസന്മാര്. എടാ, 10,000 പേർക്ക് താമസിക്കണേ, എന്തോ വലിയ വീട് വേണം. പക്ഷെ അബ്രഹാമിനെ കുറിച്ച് എഴുതിയിരിക്കുക, അവൻ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമിട്ടുപോയ നഗരം നോക്കി പാർക്കുക. ഇതല്ല വലുത്, അതാ വലുത്. ഇതല്ല വലുത്, ഇന്ന് ഇതാ വലുതെന്ന് ആരേലും പറയുന്നുണ്ട്, നിന്റെ കണ്ണ് അവിടുന്ന് പറയണം. ഒരു നല്ല ഹല്ലേലൂയ പറ. എനിക്ക് തിരുവല്ലയിലൊരു ചർച്ചുണ്ട്. അവിടെ ഓരോ ഉഴപ്പന്മാർക്ക് പോലും യോഗത്തിൽ വരാൻ പറ്റത്തില്ല. കാര്യം രാവിലെ 6 മണിക്കാ സർവീസ്. ഇന്ന് രാവിലെ ഞാൻ 6 മണിക്ക് അവിടെ പോയി സർവീസിൽ പ്രസംഗിച്ചിട്ടാ വന്നേ. എനിക്കൊന്നൊരു 5.5 വർഷം പുറകില് രാവിലെ 6 മണിക്ക് ഞാൻ എൻ്റെ വണ്ടിയിൽ അവിടെ ചെല്ലുമ്പോൾ ഒരമ്മച്ചി ബസ് ഇറങ്ങി, ഒരാൻറ്റി ഇത്രയും നീളമുള്ള ടോർച്ച് ബാഗിനകത്തോട്ട് കുത്തിക്കട്ടെ. അപ്പോൾ ഈ വണ്ടി പുറകെ നിൽക്കുന്നൊന്നും ആൻറ്റി അറിയുന്നില്ല. ഞാനെൻ്റെ ഡ്രൈവറോട് പറഞ്ഞു, ഞാനൊന്ന് ഇറങ്ങട്ടെ. ഞാൻ ഇറങ്ങി ചെന്നപ്പോൾ ആ സിബിനകത്ത് എങ്ങനെയും ഈ ടോർച്ച് കയറ്റാനുള്ള ശ്രമമാണ്. അപ്പം ഞാനോട് അടുക്ക ചെന്ന്, ആൻറ്റി ഇങ്ങനെ ആ ടോർച്ച് എല്ലാം അകത്തേക്ക്. ഞാൻ ചോദിച്ചു, ആൻറ്റി എവിടുന്നാണ് വരുന്നത്? പറഞ്ഞു, ഇന്നടത്തു നിന്നാണ് വരുന്നത്. 4 മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് 4:30 ബസ് സ്റ്റോപ്പിൽ വന്ന് ബസ് കയറി തിരുവല്ല വന്ന് ബസ് സ്റ്റാൻഡിൽ നിന്ന് നടന്ന് 6:05 വന്നേക്കുക. ഞാൻ അന്നത്തെ പ്രസംഗിക്കുന്നത് വരുവാന്നേ ഇങ്ങനെ വേണം യോഗത്തിന് വരാൻ. പക്ഷെ ആ പ്രസംഗിച്ച് എനിക്ക് തിരിക്കേണ്ടി വന്നു. കഴിഞ്ഞ മാസം ആൻറ്റി അമേരിക്കയിൽ നിന്ന് വന്നു.
ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ 9:15 ബെൻസ് പാർക്ക് ചെയ്ത് വെച്ച് കയറി വന്നു. അപ്പൊ ഞാൻ യോഗം കഴിഞ്ഞപ്പോൾ ചോദിച്ചു, എന്നാ ലേറ്റ്? ഭയങ്കര ബിസി അല്ലയോ? കണ്ടോ, 5 വർഷം കൊണ്ട് നില മാറി. എടാ, നിന്റെ നില മാറിയിട്ടും ദൈവം നിന്നെ വെയിറ്റ് ചെയ്യുക. എന്താ കാര്യം? നീ കണ്ട ദൈവത്തെ നിന്റെ കണ്ണിൽ നിന്ന് മറക്കരുത്. എത്ര പേര് അതിന് ആമീൻ പറയാൻ പറ്റൂ? ഹല്ലേലൂയ. നിന്റെ കണ്ണിൽ ജ്വലിച്ച് നിൽക്കണ്ട ഒറ്റയാളെ ഉള്ളാവൂ, അവന്റെ പേരാ യേശു. മരിക്കുന്നിടം വരെ, നിത്യത വരെ നിന്റെ അകത്തൊന്നും മായാത്ത ചിത്രം അത് ക്രിസ്തുവായിരിക്കണം. നോക്കിയേ, നമ്മളാരും ഈ കർത്താവിൻ്റെ അടുക്ക വന്നതല്ല, നമ്മളെ എങ്ങനെയൊക്കെയോ ഓടിച്ച് കർത്താവിന് മുമ്പിൽ എത്തിച്ചതാ. അത് ചിലപ്പോൾ കടവായിരിക്കും. ബൈബിളിലെ ഒരു സ്ത്രീയെ പാപത്തിൽ പിടിച്ചു. എന്തിലാ? പാപത്തിൽ. ഈ പാപത്തിൽ പിടിച്ചെന്ന് പറഞ്ഞ അവള് പാപം ചെയ്തത് പിടിക്കപ്പെട്ടു എന്നും പറഞ്ഞ എല്ലാവരും നീതിമാന്മാരല്ല ആണെന്നല്ല. ചിലര് പാപം ഇപ്പോഴും ചെയ്യുന്നുണ്ട്, പക്ഷെ അവരുടെ വിജയം അവരെ പിടിച്ചിട്ടില്ല. പക്ഷെ ഇന്നല്ല നാളെ പിടിക്കും. സ്വോത്രം പോയ പോക്കുണ്ടോ? അവർക്ക് പറ്റിയ കുഴപ്പം ദൈവദാസൻ പോലെ മനസ്സിലായോ? പാപത്തിൽ അവളെ പിടിച്ചപ്പോ എല്ലാരും പറയാ, ഉയ്യോടാ, ഇവൻ ആരാ? അതിനെക്കാട്ടി വലിയത് വിഴുങ്ങിയച്ചാ ഈ പറയുന്നവൻ. പണം കരുത്. നിങ്ങളുടെ കാര്യം ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്റെ കാര്യം വിട്, നിങ്ങളുടെ കാര്യം വിട്, അടുത്തിരിക്കുന്ന ആടെ കാര്യം വിട്. സ്വയം കാര്യം പിടി കിട്ടിയോ? ശ്രദ്ധിക്കണം. പാപത്തിൽ പിടിച്ചു. ഈ ഒരാളെ പിടിക്കുമ്പോ മറ്റവരെല്ലാം അങ്ങ് നീതിമാന്മാരാവും. മരങ്ങ് കല്ലെടുക്കുന്നു, എറിയണം. ബൈബിൾ എടുക്കണം, വചനം എടുക്കണം, ഇപ്പൊ എറിയണം. ഇപ്പോൾ ഓടുക. ഈ ചിലരൊക്കെ വാശിമുത്തി 2-ന് 4 കല്ല് പറക്കി, ചിലരൊക്കെ പാൻറ്റിന് 2 പോക്കറ്റിനും കല്ല് കുത്തിക്കറ്റിയേക്കുക. എറിയുന്ന വാട്സാപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ട്. ഒറ്റ മെസ്സേജ് കൊടുത്താൽ എറിയുന്നവന്മാർ വെളിപ്പെടും. പക്ഷെ ഈ പെങ്കൊച്ചോടുക, നമുക്ക് രക്ഷയില്ല. പക്ഷെ ഓട്ടം അവളെ യേശുവിന് മുമ്പിൽ എത്തിച്ചു. ഞാനൊരു ദൂത് പറയാം നിന്നോട്. ചില പാപമായിരിക്കും നിന്നെ യേശുവിന് മുമ്പിൽ എത്തിച്ചത്, പക്ഷെ എത്തിക്കപ്പെട്ട നീ അവന്റെ മുഖത്തൊന്ന് കണ്ണ് പറിക്കരുത്. ഒരാമയും പറഞ്ഞു തുടങ്ങണം. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ഞാൻ സന്ദേശം പറയാം, നീ ദൈവത്തിന് മുമ്പിൽ എത്തിയത് മഹാഭാഗ്യം. ചിലർ എത്രയോ വർഷമായി പാപിയായി തന്നെ ജീവിക്കുമ്പോൾ നിനക്കത് വിട്ട് യേശുവിൽ വരാൻ കൃപ തന്നല്ലോ. ഓ ഹല്ലേലൂയ. നിങ്ങളുടെ സ്തോത്രം കുറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്ന എന്തോ കുഴപ്പം ഉണ്ട്. ഇനി എന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം. നമുക്ക് നമ്മുടെ പാപം നോക്കാൻ നേരമില്ല. അടുത്തിരിക്കുന്ന ആടെ പാപമാണ് നമ്മുടെ സബ്ജക്റ്റ്. ശ്രദ്ധിക്കണം. നിങ്ങൾ അടുത്തിരിക്കുന്ന ആളിന്റെ പാപം നോക്കണ്ട, നിന്റെ പാപം നോക്കണം. ഞാൻ നിങ്ങളോട് ഈ സന്ദേശം പറയാം. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറിയിട്ടില്ല. കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായിട്ടില്ല. പക്ഷെ നിന്റെ പാപമാണ് ദൈവത്തെ നിന്നെ തമ്മിൽ തെറ്റിച്ചിരിക്കുന്നത്. ഞാൻ ഇന്ന് ഈ പന്തലിൽ വചനം കേൾക്കുന്നല്ലോ പറയാം, ഒരു ശുദ്ധീകരണം ഈ രാത്രി ആവശ്യമാണ്. നിനക്ക് ദൈവം വെച്ചിരിക്കുന്ന വലിയ അനുഗ്രഹത്തെ ചെറിയ ചെറിയ പാപങ്ങൾ നിന്നെ തടഞ്ഞു നിർത്തിയിരിക്കുക. ഇന്നൊരു ശുദ്ധീകരണം ഏറ്റെടുക്കുന്നെങ്കിൽ നിനക്കൊരു വിജയമുണ്ട്. ശ്രദ്ധിക്കണം. ഞാൻ ഇവിടെ നിന്നോടൊരു സന്ദേശം പറയാം. ഒരു മനുഷ്യന്റെ കാര്യത്തിൽ സത്യത്തിൽ ഈ സ്ത്രീ വെട്ടിലകപ്പെട്ടേക്കുക. വിധിക്കാൻ 1000 പേരും എറിയാൻ 2000 പേര് നിൽക്കുമ്പം ഇപ്പോൾ യേശുവിൻ്റെ മുമ്പിൽ നിൽക്കുക. ഞാൻ ഇനി നിങ്ങളോട് ആ വാക്യത്തിൽ നിന്നൊരു സന്ദേശം പറയാം. പ്രശ്നങ്ങളെ ചിന്തിക്കാത്ത ലെവലിൽ ഡീൽ ചെയ്യാൻ കഴിയുന്ന ഒരാളെ ഈ പ്രപഞ്ചത്തിലുള്ളൂ. അവന്റെ പേരാ ക്രിസ്തു. 5 അപ്പം നിന്റെ ഈ തന്നാൽ നീയും ഭാര്യയും പിള്ളേരും തിന്നുവെച്ച് തീർന്നെന്ന് പറയും.
പക്ഷെ യേശുവിൻ്റെ കൊടുത്താൽ 5000 വയറും നിറച്ച് 12 കൊട്ടയും നിറച്ചു പറയും, അവൻ അത്ര ശക്തനായ ദൈവമാണ്. ഞാൻ ഈ വചനം കേൾക്കുന്ന ചിലരോട് പറയാം ഒരാത്മിക സന്ദേശം കൂടെ. ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ നീ അകപ്പെട്ടാൽ, വചനത്തിന്റെ വെളിപ്പാടാ, നിന്റെ പ്രശ്നം പരിഹരിക്കാനുള്ളത് നിന്റെ കയ്യിൽ തന്നെ ദൈവം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത് തിരിച്ചറിയണമെങ്കിൽ നിന്റെ കണ്ണ് യേശുവിൽ നിന്ന് മാറരുത്. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം ചെയ്യുക. നിന്റെ വീട്ടിലെ പ്രശ്നത്തിന്റെ പരിഹാരത്തിന് മറ്റൊരു സ്ഥലത്തുനിന്ന് കൊണ്ടുവരണ്ട. അതിനുള്ള അത്ഭുതം ചെയ്യാനുള്ളത് നിന്റെ വീട്ടിൽ തന്നെ ഉണ്ട്. എത്ര പേരത് തിരിച്ചറിയുന്നുണ്ട്? ഞാൻ ഇന്ന് ഈ 3-ാമത്തെ രാത്രി പറയാം, നിന്റെ വീട് ഒരു അത്ഭുതത്തിന്റെ ഭവനമാകട്ടെ, നിന്റെ സന്തതി ഒരു അത്ഭുതത്തിന്റെ സന്തതിയാകട്ടെ. എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ കഴിയും? ദൈവം നിന്റെ വീട്ടിൽ നിന്ന് ചിലവിനെ ഈ ദിവസങ്ങളിൽ കരത്തിലെടുക്കാൻ പോവാ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. അടുത്ത് നിൽക്കുന്ന ആളെ നോക്കാതെ നീ എവിടെ നിന്ദിക്കപ്പെട്ടോ, എവിടെ അപമാനിക്കപ്പെട്ടോ, എവിടെ ബന്ധിക്കപ്പെട്ടോ, അവിടെ തന്നെ ദൈവത്തിനൊരു അത്ഭുതം ചെയ്യാനുണ്ട്. കൃപ കൃപ. ഒരിക്കല് ഒരു പ്രവാചക ശിഷ്യന്റെ ഭാര്യ പ്രവാചകന്റെ അടുക്കൽ ചെന്ന് സങ്കടം പറയുക. ഞാൻ നിങ്ങളോട് തുറന്നു പറയാം, സങ്കടം പറയാൻ പറ്റിയ ഒറ്റ സ്ഥലമേ ഉള്ളത് ദൈവസന്നിധിയാ. നീ സങ്കടം എന്തിനാ നാട്ടുകാരോട് പറയുന്നേ? സങ്കടം എന്തിനാ വീട്ടുകാരോട് പറയുന്നേ? ദൈവത്തിന്റെ അടുക്കൽ ചെന്ന് പറ, പരിഹാരം ഉണ്ടാക്കി തരും. ഈ 3-ാം രാത്രി പരിഹാരത്തിന്റെ രാത്രിയാ. ഒരു വീട്ടിൽ നടക്കാത്ത കാര്യം നിന്റെ വീട്ടിൽ നടക്കട്ടെ. നീ പറയണം, പരിഹാരകൻ യേശുവാ, പരിഹാരകനെ. അബ്രഹാം മോറിയാമല കയറുമ്പോ, ഞാൻ പ്രവാചകന്റെ ഭാര്യ ഇടയ്ക്കിലേക്ക് വരാം. മോറിയാമല കയറുമ്പോ ഈ മോന് അപ്പന്റെ ചങ്ക തറയ്ക്കുന്നൊരു ചോദ്യം ചോദിച്ചു. തീയുണ്ട്, വിറകുണ്ട്, കത്തിയുണ്ട്, യാഗവസ്തു എവിടെ? അബ്രഹാമിന് അറിയാം ഇത് മകനായ യാഗവസ്തു. ആ അപ്പൻ പറഞ്ഞില്ല. അപ്പൻ പറയുക, അത് യഹോവ നോക്കിക്കോളൂ. വിശ്വാസം കണ്ടോ? ഇന്ന് പകൽ നിന്റെ വിശ്വാസത്തിന് നിന്റെ വിഷയത്തെ ചലിപ്പിക്കാൻ കഴിയും. തിരിച്ചറിഞ്ഞു സ്തോത്രം ചെയ്യുന്നവർക്കായി ഞാൻ നന്ദി പറയുക. ഹല്ലേലൂയ. ഇന്ന് പകൽ ആർക്കും മറിക്കാൻ കഴിയാത്തൊരു വിശ്വാസം നിന്റെ അകത്ത് ചലിക്കണം. അത് ഉണ്ടാകണമെങ്കിൽ കാണേണ്ട പോലെ യേശുവിനെ കാണണം. ഞാൻ ഒരിക്കലും ഒരു രാജ്യത്ത് ദൈവവചനം പറയാൻ പോയപ്പോഴേ എന്നെ അവിടുത്തെ പാസ്റ്റർ വിളിച്ച് ഒരു വീട്ടിൽ കൊണ്ടുപോയി. വീട്ടിൽ കൊണ്ടുപോകാൻ കാര്യം, ആ വീട്ടിലെ സഹോദരിയുടെ തൊണ്ടയിൽ ഒരു വലിയ മുഴയുണ്ട്. അവള് നേഴ്സാ. ഇവൾ എന്ത് ചെയ്താൽ ചികിത്സിക്കത്തില്ല. എൻ്റെ പ്രസംഗങ്ങളൊക്കെ TV കണ്ടിട്ടുള്ളത് കൊണ്ട് അവർക്കൊരാഗ്രഹം, ഞാൻ ചെന്ന് പറഞ്ഞാൽ ഇവൾ ചികിത്സിക്കുമെന്നു. കാര്യം ഇൻഷുറൻസ് ഉണ്ട്, പൈസ ചെലവില്ല. ഞാൻ ആ വീട്ടിൽ ചിരിച്ചോണ്ടൊക്കെ ചെന്നപ്പോഴേ ആ സിസ്റ്റർ പറഞ്ഞു, പാസ്റ്ററെ ചികിത്സിക്കാനാണെങ്കിൽ പാസ്റ്റർ എന്നോട് പറയരുത്, കാര്യം പറഞ്ഞാൽ ചെയ്യാരി. ഞാൻ പറഞ്ഞു, ഇരിക്ക് പറയട്ടെ. അവൾ എന്നോടൊരു 3 കാര്യം പറഞ്ഞു. ഒന്നാമത്തെ കാര്യം, പാസ്റ്റർ എൻ്റെ അപ്പൻ 3.5 വർഷം തളർന്നു കിടന്നു. ഞാനും എൻ്റെ അമ്മയും കൂടെ പ്രാർത്ഥിച്ചു. എൻ്റെ അപ്പൻ എഴുന്നേറ്റു. ഇന്ന് ഒരപ്പൻ 2 പേരുടെ ജോലി ചെയ്യുന്ന ആളാണ്. എൻ്റെ അമ്മയ്ക്ക് ബ്രെയിൻ ട്യൂമർ വന്നു. ഞാനും അപ്പനും കൂടെ പ്രാർത്ഥിച്ചു. ആ ബ്രെയിൻ ട്യൂമർ ഹീലായി. അവളൊരു 4-5 സാക്ഷ്യം പറഞ്ഞിട്ട് പറയാം, ഇതും സൗഖ്യമാവും. ഞാൻ അവരോട് പറഞ്ഞു, ആശുപത്രിയുടെ കാര്യം വിട്ടേര്, കാര്യം അവൾ സൗഖ്യമായിരിക്കും. ആർക്കും പറിക്കാൻ പറ്റാത്തൊരു വിശ്വാസം അവിടെ അകത്ത് അടി ഉറച്ചു നിൽക്കുക. നാട്ടുകാരെന്തോ പറയുന്നു അത് വിഷയമല്ല. ഇന്ന് പകൽ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളെ ഉള്ളൂ, അവന്റെ പേരാ യേശു. ഗ്ലോറി ടു ഗോഡ്.
അല്പ തടസ്സം വന്നതും കാലതാമസം വന്നതും ഓർത്തു നീ പേടിക്കരുത്. ലോർഡ് അവനെല്ലാം അതതിന്റെ സമയത്ത് ഭംഗിയായി ചെയ്യും. അത് വിശ്വസിക്കുന്നവർ കൈ ഉയർത്തി ഒരു സ്തോത്രം ചെയ്തേ. രണ്ട് കൈയും കൊണ്ടുവന്നാൽ രണ്ട് കൈ ഉയർത്തി ഒരു സ്തോത്രം ചെയ്തേ. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ച്, ഇച്ചിരി കഴിയുമ്പോൾ ഈ അന്തരീക്ഷമൊക്കെ മാറും. ഗ്ലോറി ടു ഗോഡ്. നോക്കിക്കേ, ഇനി അതിനെക്കാട്ടി വലിയൊരു ചിന്തയോടെ പറയാം. ആ മോറിയാമല മുഴുവൻ നടന്ന് യാഗപീഠത്തിന് കല്ല് പറക്കുക. എന്നിട്ടും ഈ ആടിനെ അബ്രഹാം കണ്ടില്ല. ആട് കുരുങ്ങിയ മുള്ളിന്റെ കീഴെന്ന കല്ല് പറയ്ക്കുക, പക്ഷെ കണ്ടില്ല. ഞാനൊരു സന്ദേശം കൂടെ നിങ്ങളോട് പറയാം. ലോർഡ്, ദൈവം മറച്ചു വെച്ചാൽ മറച്ചു വെച്ചതാ. തക്ക സമയത്ത് അത് വെളിപ്പെട്ടു വരും. ഒട്ടും അസ്വസ്ഥപ്പെടണ്ട. സമയം കഴിഞ്ഞു പോയിട്ടില്ല, സാഹചര്യം മാറിയിട്ടില്ല. നിനക്ക് വെളിവാകേണ്ടത് കൃത്യമായി വെളിപ്പെടും. വിശ്വാസമുള്ളവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഞാൻ നിങ്ങളോട് പറയാം, എല്ലാം ശൂന്യമാകുമ്പോഴും വിശ്വാസം വേണം. ഞാൻ ദൈവദാസന്മാരുടെ കരുത്തിന് വേണ്ടി ഒരു കാര്യം പറയാം. എൻ്റെ കൂടെ ബൈബിൾ കോളേജ് പഠിച്ചൊരു ബ്രദറ് സാമ്പത്തികമായിട്ട് വലിയ പരാജയത്തിലാണെന്ന് ഞാൻ അറിയാൻ കാരണം അദ്ദേഹത്തിന്റെ തൊട്ടടുത്തുള്ള പുള്ളിക്കാരൻ ആ പാസ്റ്റർക്ക് തലേ ദിവസം കൂടെ തലേ ആഴ്ച കൂടെ അരിയും സാധനവും വാങ്ങിച്ചു കൊടുത്തു. പുള്ളി എന്നോട് പറഞ്ഞു, പാസ്റ്ററെ അദ്ദേഹം ഭയങ്കര ടൈറ്റിലാ. ഞാനും കുറച്ച് അരി സാധനമൊക്കെ വാങ്ങിച്ച് പുള്ളിയുടെ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നിറങ്ങണേ അവരുടെ ആ ഭാവം കണ്ട് അവരെന്നോട് പറയാ, പാസ്റ്ററെ ഇന്ന് ഫുഡ് കഴിച്ചിട്ടേ ഇവിടുന്ന് പോവാം. ഞാൻ കൊണ്ടുപോയി അരിയൊന്നും അവരെ കാണിച്ചില്ല. എൻ്റെ കൂടെ വന്ന ബ്രദർ ആ കിച്ചണിൽ കൊണ്ട് അതെല്ലാം വെച്ചു. ഇന്ന് ബിരിയാണി കഴിച്ചാൽ പോകാവൂ. ബിരിയാണി പോയിട്ട് കട്ടൻ കാപ്പിക്ക് വകയില്ല, പക്ഷെ വിട്ടുകൊടുക്കുകയില്ല. നീ നിന്റെ ഇല്ലായ്മ പഞ്ചായത്ത് മൊത്തം പറഞ്ഞില്ലയോ? അവിടെ മിണ്ടുന്നില്ല. ഇനി നിന്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ആരറിയാനുണ്ട്? ഓ, എന്താ കാര്യം? നിനക്ക് ദൈവത്തിൽ വിശ്വാസമില്ല. നിനക്ക് ഫൈനാൻസിന്റെ സ്രോതസ്സിലാ വിശ്വാസം. അല്ല, ദൈവത്തെ മാത്രം വിശ്വസിക്കാവൂ. ഏലിയാവിന് കാക്ക കൊണ്ട് അപ്പം കൊടുപ്പിച്ച ദൈവത്തിന് ഇന്ന് നിന്നെ പോറ്റാൻ കഴിയും. ഓ ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഇച്ചിരി ഗഹനമായ കാര്യത്തിലേക്ക് വരാം. അദ്ദേഹം ഇങ്ങനെ ബിരിയാണി തരുന്ന കാര്യം പ്രസംഗിച്ച് പറഞ്ഞു ഭാര്യ പറഞ്ഞ്, അച്ചായ ചിക്കൻ ബിരിയാണി വെക്കണം. ചിക്കൻ ആ വീട് കണ്ടിട്ട് മാസങ്ങളായി. ഞാൻ പറഞ്ഞു, എനിക്കൊന്നിന് നേരമില്ല, ഇപ്പ പോവാന്ന് പറഞ്ഞ് ഞാൻ വണ്ടി വിട്ടു പോകുന്നു. പക്ഷെ 7 വർഷത്തിന് ശേഷം ഞാനൊരു രാജ്യത്ത് വചനം പ്രസംഗിക്കാൻ ചെല്ലുമ്പോൾ ഈ മനുഷ്യൻ ആ ചർച്ചിന്റെ പാസ്റ്ററാ. എന്നെ വീട്ടിൽ കൊണ്ടുപോയി രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ടും 3 നേരം ബിരിയാണി വെച്ചു തന്നു. എന്നിട്ട് എന്നോട് പറയാ, കാപ്പിപ്പൊടിക്ക് നിവർത്തിയില്ലാഞ്ഞപ്പോ ഞങ്ങൾ ദൈവദാസന്റെ മുമ്പിൽ കാണിച്ചത് ഞങ്ങളുടെ വിശ്വാസമാണ്. ഇന്ന് ഞങ്ങൾക്ക് വേണ്ടുവോളം എല്ലാം ഉണ്ട്. സാഹചര്യങ്ങൾ എതിരായി വരുമ്പോൾ നിന്റെ അകത്തെ വിശ്വാസം ചലിച്ചു തുടങ്ങണം. ഓ യേശു, എന്റെ നീതിമാൻ വിശ്വാസത്താൽ. ഓ ഹല്ലേലൂയ. നമുക്ക് പെട്ടെന്ന് വാക്യത്തിലോട്ട് വരാം. സമയം പാഞ്ഞു പോകുന്നില്ല, ദൂതിലേക്ക് വരണം. അവിടെ യേശു ആ കാര്യം പറയുക. ഇവരെല്ലാം എറിയാൻ നിൽക്കുക. കർത്താവ് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ഇവളെ കല്ലെറിയട്ടെ. ധൈര്യം ഉണ്ടടെ എറിയാന്ന് പറഞ്ഞാൽ ഞാൻ മൊത്തം എറിഞ്ഞനി. നിങ്ങൾക്കറിയോ, എത്ര അടിപൊളിയായിട്ട് വണ്ടി ഓടിച്ചാലും ലൈസൻസ് ഇല്ലേ, പോലീസുകാരനെ കാണുമ്പോൾ ഒരു ചെണ്ടമേളം നെഞ്ചത്തുണ്ടാവും. പുറത്ത് കണ്ടില്ലേലും. ഇതുപോലെ പാപം പ്രസംഗിക്കുമ്പോൾ ചിലറാക്കത്തൊരു അങ്കലാപ്പുണ്ട്, എഴുന്നേറ്റ് പോകാൻ വയ്യാത്തോണ്ട് ഇരിക്കുക. ഇത് നിനക്ക് തന്ന ഒരു അവസരമാണ്, കളയരുത്. ചെറിയ പാപം നിന്റെ വലിയ നിത്യത കളഞ്ഞുകൊണ്ടിരിക്കുക. ഇച്ചിരൂടെ ഗഹനമായി പറയാം. യേശു ഒരു കാര്യം ഡീൽ ചെയ്താൽ, ഞാൻ നിങ്ങളോട് തുറന്നു പറയാം, നിങ്ങളുടെ ഏത് പ്രോബ്ലം കർത്താവിൻ്റെ കയ്യിലോട്ട് കൊടുക്കുക. കർത്താവ് ഡീൽ ചെയ്യും.
കർത്താവ് അതിന് പരിഹാരം ഉണ്ടാക്കി തരും. കർത്താവ് അതിന് പരിഹാരം ഉണ്ടാക്കി തരും. ആ പരിഹാരം നിന്റെ ചാർച്ചക്കാർക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത പരിഹാരമായിരിക്കും. ശ്രദ്ധിക്കണം. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ യേശു കുനിഞ്ഞെഴുതിക്കൊണ്ടിരിക്കുക. കല്ല് വീഴുന്ന ശബ്ദം കേൾക്കാം. ഞാനൊരു സന്ദേശം പറയാം. കല്ലെടുത്തവനെ കല്ല് താഴെ ഇടിക്കാനും കർത്താവിനറിയാം. കർത്താവിൻ്റെ ഒറ്റ വാക്ക് മതി നിന്റെ പദ്ധതി പൊളിയാൻ. ശ്രദ്ധിച്ചു കേൾക്കണം. അവസാനം കുറെ കല്ലും പാപിനിയായ സ്ത്രീ. കർത്താവ് അവളോട് ചോദിക്കുക, ആരും നിനക്ക് ശിക്ഷ വിധിച്ചില്ല, ഞാനും വിധിക്കുന്നില്ല, മേലാൽ പാപം ചെയ്യരുത്. ഞാൻ ഇന്ന് പരസ്യമായി പറയാം, മേലാൽ പാപം ചെയ്യരുത്. ശ്രദ്ധിക്കണം. നിന്റെ നിത്യരാജ്യത്തെ നഷ്ടമാക്കുന്നതാണ് പാപം. രഹസ്യ പാപം ചെയ്യുന്നവർ, പരസ്യ പാപം ചെയ്യുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ മേലാൽ പാപം ചെയ്യരുത്. റോമാലേഖനത്തിൽ പൗലോസ് പറയുന്നൊരു പദമുണ്ട്, ഏകന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി, ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഏകന്റെ അനുസരണക്കേടിനാൽ അനേകർ ആരായി? പാപിയായി. ഏകന്റെ അനുസരണത്താൽ. പാപത്തിന്റെ ചേറ്റുകൂടി കടന്ന നിന്നെ നീതിമാനാക്കാനാ യേശു കാൽവറിയിൽ മരിച്ചത്. ഞാൻ മുമ്പേ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്ന നിങ്ങളുടെ കണ്ണ് യേശുവിലാകണമെന്ന പത്രോസിന്റെ ലേഖനത്തിനൊരു വാക്യമുണ്ട്. വാക്യം ഞാൻ പറഞ്ഞു കേൾപ്പിക്കാം. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും, യഹോവയുടെ കാത് നീതിമാന്റെ പ്രാർത്ഥനയ്ക്കും തുറന്നിരിക്കുന്നു. സ്തോത്രം. ഞാൻ ഇന്നിവിടെ ഇരിക്കുന്ന ചിലരോട് സന്ദേശം പറയാം. നിന്റെ കണ്ണ് ദൈവത്തിലായാൽ ദൈവത്തിന്റെ കണ്ണ് നിന്റെ മേലുണ്ട്. എത്ര പേരത് മനസ്സിലാക്കുന്നുണ്ട്? ഇന്നിവിടെ കൂടപ്പെട്ട ദൈവമക്കളോട് ഞാൻ ദൂത് പറയാം. നീ അനാഥനല്ല, നിന്നെ ദർശിക്കുന്ന രണ്ട് കണ്ണുകളുണ്ട്. ഈ നമ്മുടെയൊക്കെ പിള്ളാരെ, കൊച്ചു പിള്ളാരെ ഇങ്ങനെ ഓടി നടക്കുമ്പോൾ ഇവിടെ എത്ര വലിയ പ്രാർത്ഥന നടക്കുവാന്നേലും അമ്മയോ അപ്പനോ ഒരു കണ്ണടച്ച് മറ്റേ കണ്ണ് ഇങ്ങനെ തുറന്നു പിടിക്കും. എന്തോനാ? പ്രാർത്ഥിച്ചെന്ന് പാസ്റ്ററേയും കാണിക്കണം, കൊച്ചിനെ നോക്കുകയും വേണം. വേണ്ടായോ? വേണോ? എൻ്റെ ഇളയ മോന് 23 വയസ്സുണ്ട്. ഇപ്പോഴും രാത്രി 11 മണിക്ക് ഞാൻ താഴത്തെ നിലന്ന് മേളത്തെ നിലത്തുനിന്ന് മുറി തുറന്നു നോക്കും. എന്തോടുക്കുവാ? എന്നെ നോക്കണം. കാരണം എന്നാ? ഒരപ്പന്റെ അധികാരമാ. അപ്പന്റെ നോട്ട പരിധിക്കകത്തായിരിക്കണം മകൻ. അങ്ങനാണെങ്കിൽ സ്വർഗീയ കുടുംബത്തിൽ ജനിച്ചവരോട് പറയാം, നിന്റെ മേലും എന്റെ ദൈവത്തിന്റെ ഒരു നോട്ടം കിടപ്പുണ്ട്. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം ചെയ്യുക. ആരെല്ലാം നിന്നെ തകർത്തു കളയാൻ പദ്ധതി ഇട്ടാലും ഈ നോട്ടം നിന്റെ മേലുള്ള കാലത്തോളം ഒരു ശക്തിയെ നീ പേടിക്കണ്ട. പത്രോസിന്റെ ലേഖനത്തിനുണ്ട്, നിന്റെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന വണ്ണം ആരെ വിഴുങ്ങണമെന്ന് കരുതി ചുറ്റി നടക്കുക. പക്ഷെ നിന്നെ അത് തൊടാത്ത എണ്ണ നീതിമാന്മാരുടെ മേൽ യഹോവയുടെ കണ്ണുണ്ട്. തിരിച്ചറിഞ്ഞ് നല്ലൊരു ഹല്ലേലൂയ പറ. ജീസസ്, നിന്റെ മേൽ ദൈവത്തിന്റെ നോട്ടമുണ്ടെന്ന്. ഒരിക്കല് സാത്താൻ ദൈവത്തിന്റെ അടുക്കൽ ചെന്നു. ഉടനെ സാത്താനോട് ദൈവം ചോദിക്കുക, നീ എവിടുന്ന് വരിക? അപ്പൊ ഞാൻ ഭൂമിയിലെല്ലാം ഊടാടി സഞ്ചരിച്ചു വരിക. അടുത്ത ചോദ്യേ, എന്റെ ദാസനായ ഇയ്യോബിന്റെ മേൽ നീ നോട്ടമിട്ടോ? കേട്ടോ, നിന്നെ നോക്കിയാൽ പോലും ചോദിക്കാൻ ആളുണ്ടെന്ന്. മനസ്സിലായോ? ഒക്കെ നിന്നെ നോക്കിയാൽ പോലും ചോദിക്കാൻ ആളുണ്ടെന്ന്.
സ്തോത്രം. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം ചെയ്യുക. എത്ര വലിയ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ അടുക്ക ഒരാൾ പ്രാർത്ഥിക്കാൻ വന്നിട്ട് പറഞ്ഞു, പാസ്റ്റർ ഇന്നലെ രാത്രി 2 കറുത്ത കണ്ണ് എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. എന്നെ ശ്രദ്ധിച്ചിരിക്കണം, പലരും നോക്കുന്നുണ്ട്. പക്ഷെ നീ പേടിക്കേണ്ട, അതിനേക്കാൾ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണ്. ആ നോട്ടത്തിന്റെ പരിധിയിലാ നീയെന്ന് മനസ്സിലായോ? നാട്ടുകാർക്കറിയത്തില്ല നിന്റെ ഭാവി എന്താകുമെന്ന്. കർത്താവിന്റെ നോട്ടം നിന്റെ മേൽ നിൽക്കുക. ഇന്നിവിടെ ഇരിക്കുന്ന ചിലർ പറയും, നിന്റെ നോട്ടം യേശുവിൽ നിന്ന് മാറരുത്. യേശുവിന്റെ നോട്ടം നിന്റെ മേൽ നിന്ന് മാറുകയില്ല. കാരണം എന്തിനാ? നിന്നെ എന്തിനാ നോക്കുന്നേ? നിന്നെ അങ്ങ് കൊണ്ടുപോവാനാ. എവിടാ? സ്വർഗത്തിൽ. ഒരു നല്ല ഹല്ലേലൂയ പറ. അടുത്തിരിക്കുന്ന ആളെ ഒന്ന് നോക്കി വെച്ച് ചോദിച്ചു, സ്വർഗത്തിൽ പോകുമെന്ന് ചോദിച്ചേ. ചുമ്മാ ചോദിക്കുന്നേ. എന്തോ ഓടി വാങ്ങിക്കോ ബെൻസ് വാങ്ങിക്കോ എന്നല്ല, സ്വർഗത്തിൽ ഒന്ന് ചിരിച്ചോണ്ട് ചോദിച്ചാ സ്വർഗത്തിൽ പോകുമെന്ന് ചോദിച്ചേ. പോവോ? ഇന്ന് രാത്രി യേശു വന്നാ പോവോ? നോട്ടം അവനിന്ന് മാറരുത്. ലോകവും പാപവും പിശാചും നിന്റെ നോട്ടത്തെ തെറ്റിക്കുമ്പം, നോട്ടം തെറ്റിയാൽ ഓട്ടം തെറ്റും. നോട്ടം തെറ്റരുത്. യേശുവിൽ നിന്ന് മാറരുത് നോട്ടം. 5 കോടിയുടെ വീട്ടിൽ താമസിച്ചാലും, 50,000 വാടക വീട്ടിൽ താമസിച്ചാലും, 5,000 ഷെഡിൽ താമസിച്ചാലും നോട്ടം മാറരുത്. ഒരു ലക്ഷ്യത്തിന് ഇറങ്ങിയവരാ നിങ്ങൾ. ഓ ഹല്ലേലൂയ. എത്ര പേര് തിരിച്ചറിയുന്നുണ്ട്? ആരെല്ലാം തടഞ്ഞാലും ഈ രാജ്യം വളരും. ആരെല്ലാം ബ്ലോക്ക് ചെയ്താലും ഈ രാജ്യം വളരും. ഇതിനെ നോക്കുന്ന കണ്ണുകളുണ്ട്. എത്ര പേര് അതിന് ആമീൻ പറയാൻ പറ്റും? നിന്റെ വീടിനെ ഈ ദൈവം നോക്കുകയാ. നിന്റെ സന്തതി ഇരിക്കുന്ന രാജ്യത്ത് അവരെ നോക്കുകയാ. അതിന്റെ കാരണം എന്താ? ഒരു ശക്തി. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ. 4 സെന്റ് ഭൂമിക്കകത്ത് നമ്മളൊരു വീട് വെച്ചേക്കാം. എത്ര സെന്റാ? 4 സെന്റ്. എനിക്കാന്നേ 2.5 ഏക്കർ ഭൂമിയുണ്ട്. എത്ര? എൻ്റെ കാര്യ എത്ര? ഞാൻ ഈയിടെ ഒരു 4 സെന്റ് ഭൂമിക്കകത്ത്, ആ പുള്ളി വിൽക്കാനാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പുള്ളിയോട് ചോദിച്ചു, 4 സെന്റിന് എന്നാ വില വേണം? ഒരു 4 കോടി കൊടുത്താ കിട്ടിയാ കൊള്ളാം. എത്ര? എൻ്റെ 2.5 ഏക്കറിന് ഈയിടെ വില പറഞ്ഞു 40,000 രൂപ സെന്റിന്. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. 4 സെന്റിനകത്ത് ഒരു വീട് വെച്ച് മതില് കെട്ടി, ഇടയ്ക്കിടയ്ക്ക് നീ സിറ്റ് ഔട്ട് വന്ന് ഇങ്ങനെയൊക്കെ നോക്കുമല്ലോ. എന്താ കാര്യം? നിന്റെ പരിധിക്കകത്ത് വേറെ ആരെങ്കിലും കയറിയോ എന്നറിയാനാ. നിന്റെ 4.5 സെന്റിനകത്ത് നിന്റെ നോട്ടം ഇത്ര ഗാംഭീര്യമാണെങ്കിൽ, നിനക്ക് ജന്മം തന്ന ക്രിസ്തുവിന്റെ നോട്ടം എത്ര വലുതായിരിക്കും. യാക്കോബിന്റെ അടുക്ക ദൈവം ചെന്നേച്ച് പറഞ്ഞു, എന്നെ ശ്രദ്ധിച്ചിരിക്കണം, ഞാൻ ബേഥേലിന്റെ ദൈവമാണ്, നീ ഇവിടുന്ന് പോകാൻ പറഞ്ഞു. ഇവന്റെ ഭാര്യയും സമ്പത്ത് വെല്ലമായി ലാബാന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി. സ്തോത്രം. യാക്കോബ് പോയതിന്റെ പിറ്റേന്ന് ലാബാൻ അറിവ് കിട്ടി യാക്കോബ് പോയെന്ന്. ലാബാൻ അതിവേഗം യാത്ര ആരംഭിച്ചു. 2 പേര് ഒരേ സ്ഥലത്ത് വന്ന് കൂടാരം അടിച്ചു. നാളെ രാവിലെ യാക്കോബിന്റെ കൂടാരത്തിൽ കയറാം. പക്ഷെ അന്ന് രാത്രി ലാബാന്റെ കൂടാരത്തിൽ യാക്കോബിനെ നോക്കുന്ന കണ്ണുള്ളവൻ ഇറങ്ങി. എന്റെ ദാസനായ യാക്കോബിനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും മിണ്ടാതെ സൂക്ഷിച്ചോണം. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ആത്മിക ദൂത് പറയാം. ജീസസ്, ശത്രു നിന്റെ അടുക്ക വന്നാലും പേടിക്കരുത്. നീ ദൈവത്തിന്റെ നോട്ടത്തിനകത്താ. ആര് നിനക്കെതിരെ എന്തു ദുഷ്പ്രവൃത്തി ചെയ്താലും പേടിക്കരുത്. നിന്നെ ദർശിക്കുന്ന 2 കണ്ണുകളുണ്ട്. ഇന്ന് പകൽ നിന്റെ നോട്ടം ക്രിസ്തുവിലും. അപ്പൊ ഒരു സ്ത്രീയെ യേശുവിന് മുമ്പിൽ എത്തിച്ചത് അവിടെ പാവമാ. രണ്ടാമതൊരു സ്ത്രീ ബൈബിളിലുണ്ട്. അവളെ യേശുവിന് മുമ്പിൽ എത്തിച്ചത്
അവിടെ രോഗമാണ്. ശ്രദ്ധിക്കണം. ഈ ചില ആൾക്കാർ പറയും പൈസ ഉണ്ട് എല്ലാ പ്രശ്നത്തിനും പരിഹാര. ചുമ്മാതാ. പൈസ കൊണ്ട് ഒന്നും നേടാൻ പറ്റത്തില്ല. പൈസ കൊണ്ട് അങ്ങനെ നേടാമെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ശരിക്കും അത് പൊട്ടത്തരോ. ലോർഡ്, ദൈവം സഹായിച്ചില്ലെങ്കിൽ നിന്റെ പണം പോലും നിന്നെ സഹായിക്കത്തില്ല. ഇന്ന് പകൽ ദൈവം സഹായിച്ചാൽ നിനക്ക് പണം ഉണ്ടാകുകയും ചെയ്യും, നിന്നെ ദൈവം സഹായിക്കുകയും ചെയ്യും. എൻ്റെ ഇന്നത്തെ മെസ്സേജ് മുഴുവൻ ദൈവത്തിൽ നിന്ന് കണ്ണു മാറരുത്. ഈ ദിവസങ്ങളിൽ നീ കൃപ അനുഭവിക്കാൻ പോവാ. ഈ ദിവസങ്ങളിൽ നീ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ പോവാ. ഈ നാട് നോക്കി നിൽക്കാൻ നിന്റെ കണ്ണ് ദൈവത്തിൽ നിന്ന് പറയാതെ, ഞാൻ വിശ്വസിക്കുന്നവന്റെ എന്റെ കണ്ണ് മാറ്റത്തില്ല. അങ്ങനെ പറയുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. നിന്റെ വീട് ഒരു അത്ഭുതത്തിന്റെ സാക്ഷ്യത്തിന്റെ വീടാകാൻ പോവുക. കണ്ണ് ദൈവത്തിൽ നിന്ന് പറയരുത്. അവിടെ വായിക്കുന്നത്, അവൾക്കുള്ളതെല്ലാം വിറ്റ് വൈദ്യന്മാർക്ക് കൊടുത്തു. ഇനി 2-3 കാര്യം പറയട്ടെ. എത്ര ചികിത്സിച്ചാലും സൗഖ്യമാകണമെന്നില്ല. ഒരു രാജ്യത്തിന്റെ പരമോന്നത പദവി അലങ്കരിച്ചൊരു മനുഷ്യന് കുഷ്ഠരോഗം പിടിച്ചു. എന്നാ പിടിച്ചു? പൈസ ഇല്ല ഞാനോ. അവിടെ രക്ഷയ്ക്ക് ഒരു കൊച്ചു പെൺകുട്ടിയുടെ വാക്ക് അവളെ ഏലീശായുടെ അടുക്കൽ എത്തിച്ചു. ഞാനൊരു സന്ദേശം പറയാം. ഒരു രോഗിയെ കണ്ടാൽ ബൈബിള് മൊത്തം നീ പറയണ്ട, യേശു സൗഖ്യമാക്കുമെന്ന് പറയണം. ഒരു പാപിയെ കണ്ടാൽ യേശു രക്ഷിക്കുമെന്ന് പറയണം. ഒരു ബന്ധിക്കപ്പെട്ടവനെ കണ്ടാൽ യേശു ബന്ധനം അഴിക്കുമെന്ന് പറയണം. തിരിച്ചറിഞ്ഞൊരു ഹല്ലേലൂയ പറ. ഏത് വ്യക്തിയോടും യേശുവിനെ പ്രസന്റ് ചെയ്യണം. ഞാനൊരിക്കല് ബോംബെയില് ഒരു ആക്സിഡന്റിൽ ഒടിഞ്ഞു കിടക്കുന്ന ഒരു മനുഷ്യനെ കാണാനായിട്ട് പോയി. അപ്പൊ എന്നെ ഒരു അംബാസഡർ കാറേല് താനേന്ന് കൊണ്ടുപോവാ. ഒരച്ഛനാ വണ്ടി ഓടിക്കുന്നത്. മുണ്ടൊക്കെ മടക്കി കുത്തി, ഈ സൈഡിലത്തെ ഈ സ്റ്റിയറിങ്ങിന് അടുക്കലുള്ള ഗിയറാ, അതിങ്ങനെ പിടിക്കുമ്പോൾ എൻ്റെ നെഞ്ചത്തോട്ടൊക്കെയാണ് വരുന്നത്. ഒരു 55 വയസ്സുണ്ട്. ഞാനീ അച്ഛനും കൂടെ പോവാ. പുള്ളി കയറിയപ്പോൾ എന്നോട് പറയാം, ഇന്ന് അവിടെ അത്ഭുതം നടക്കും. ഇത് പറഞ്ഞോണ്ടാ പുള്ളി പോന്നേ. ഞാനവിടെ ചെന്നപ്പോൾ ഈ ചിലർക്കുണ്ടല്ലോ, ചില വീടുകളിൽ കയറി സുവിശേഷം പറയാൻ ഭയങ്കര കഴിവാ. ഞങ്ങൾ ആ വീട്ടിലോട്ട് ചെന്നു. അപ്പോൾ വീട്ടിലോട്ട് ചെന്നപ്പോൾ ഈ അച്ഛൻ എന്നോട് ഈ കഥ പറയുക. തളർന്നു കിടക്കുന്ന പുള്ളി, എൻ്റെ വണ്ടി ഇടിച്ചു, നട്ടല് പൊട്ടി, ഇവിടെ മുഴുവൻ സ്തോത്രം കമ്പി ഇട്ടേക്കുക, ഒരിക്കലും എഴുന്നേക്കത്തില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നേ. കാല് 3-4 ഒടിവാ. സ്തോത്രം. ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ അച്ഛൻ കാറ് പാർക്ക് ചെയ്ത് വെച്ച് കയറി വന്നു. പുള്ളി ഇങ്ങോട്ട് വന്നിട്ട് അച്ഛന് എന്നാ പറ്റി? ഞാൻ തന്നെ, എടാ ഇവനെ കൊണ്ടുവന്നല്ലോ എന്നായിപ്പോയി. ആ പുള്ളി പറഞ്ഞു, ആക്സിഡന്റാ. എത്ര ഒടിഞ്ഞു? 3. അച്ഛൻ എഴുന്നേക്ക്. എൻ്റെ കാല് 7 ഒടിഞ്ഞ. പുള്ളി മുണ്ടങ്ങ് മടക്കി കുത്തി. ഞാൻ മനസ്സിൽ പറഞ്ഞു, കർത്താവേ ഇച്ചിരി പരിജ്ഞാനമൊക്കെ വേണ്ടായോ? അച്ഛൻ ഇങ്ങോട്ട് എഴുന്നേക്കാ. എന്നെ സൗഖ്യമാക്കി യേശു. അച്ഛനെ എന്നെ പ്രാർത്ഥിക്കാൻ വിളിച്ചു. ഞാൻ തന്നെ വിളിക്കസിയാൻ നിൽക്കുക ഇവിടെ. യേശു ഈ പുള്ളി പറയുവല്ല, പ്രവർത്തിക്കുക. ഞാൻ നോക്കിയപ്പോ കട്ടിലെ കിടന്ന പുള്ളിയെ പൊക്കി എഴുന്നേപ്പിച്ച് വാച്ചാന്ന് പറഞ്ഞ് വിളിച്ച് അടുത്ത മുറിയിൽ കൊണ്ടുപോയി. അവിടെ പുള്ളി പയറ് പോലെ ഓടുന്നു. നിങ്ങൾ എന്നെ നോക്കണം. എന്നാ അവന് യേശുവിനെ പ്രസന്റ് ചെയ്യാൻ അറിയാം. നീ കാഞ്ചീപുരം ബനാറസ് പട്ടും ഒക്കെ ഉടുത്തച്ച് എന്ന് ചിരിച്ചാച്ച് പോരരുത്. 6000 വണ്ടി, 6 ലക്ഷത്തിന്റെ വണ്ടി വെച്ചത് ഇറങ്ങി വെച്ച് 6000 സാരി ഉടുത്ത് 3000 ലൂയിസ് ഫിലിപ്പിന്റെ ഉടുപ്പ് വിട്ടാച്ച് ഹായ് ഹായ് പറഞ്ഞു വെച്ച് പോന്ന യേശുവിനെ പ്രസന്റ് ചെയ്യാൻ പറ്റത്തില്ല. സ്തോത്രം. ഞാനൊരു
പള്ളിയിൽ ഒരു കല്യാണത്തിന് പോയി. ഞാനൊരു മീറ്റിംഗ് കഴിഞ്ഞാൽ പോയ 1:15 ഞാൻ ചെന്നേ. അപ്പോഴത്തേക്ക് കല്യാണം തീരാറായി. ഞാൻ എൻ്റെ വണ്ടി പാർക്ക് ചെയ്ത് പറയുമ്പോൾ അപ്പുറത്തെ കാറിൽ നിന്ന് ആൻറ്റി ഇറങ്ങി. ആൻറ്റി TV പ്രസംഗം കാണുന്ന ആളെയാ. ആൻറ്റിയാണോ, അയ്യോ പാസ്റ്ററെ, കുറെ നാൾ മുമ്പേ എൻ്റെ ബ്രസ്റ്റിൽ ഒരു മുഴയുണ്ടായിരുന്നു, യേശു എന്നെ സൗഖ്യമാക്കി. എന്നോട് സാക്ഷി പറയുക. എടാ, ഉപദേശിയോട് സാക്ഷി പറയണം. എടാ, പറയുന്നവൻ ആരോടും പറയും, പറയാത്തവൻ ആരോടും പറയത്തില്ല. വായി വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. എന്താ സുവിശേഷം? ആരും ഇങ്ങോട്ട് വരുന്നില്ല. നിന്റെ അടുക്കൽ ആരും വരികയില്ല. കാരണം നീ വാ തുറക്കുകയല്ല. പാസ്റ്റർമാര് വേണമെങ്കിലേ എന്നോട് വാ തുറന്നാ വിടുതല. വേണ്ട, ഞാനും അവിടെ ഇങ്ങനെ വിളിക്കസ്യാ നിൽക്കുക. എന്നെ കൂടെ കുളിച്ചിട്ടോണ്ടാ പറയുന്നത്. അന്നേരം അപ്പുറത്തിരുന്ന് ആന്റി ചോദിച്ചു, എന്തുവാ സൂസമ്മേ? അതെ, എന്റെ നെഞ്ചത്തെ മുഴ സൗഖ്യമായെന്ന്. വിളിക്കുന്നത്, എനിക്കും ഇവിടെ ഒരു മുഴയുണ്ട്. എടി, പ്രാർത്ഥിച്ച സൗഖ്യമാവും. 5 മിനിറ്റ് കൊണ്ട് പുള്ളിക്കാരത്തി ഒരു 25 പേര് കൂടി. ഞാൻ വേണ്ട മാറി ഇങ്ങനെ വണ്ടിയെ ചാരി താക്കോലും വിഴുങ്ങിക്കൊണ്ട് നിൽക്കുക. പണങ്ങരുത്, എന്നെ ശ്രദ്ധിക്കണം. നീ ഒരു വീട്ടിൽ ചെന്നാൽ അവിടെ യേശുവിനെ പ്രസന്റ് ചെയ്യണം. ഓ ഹല്ലേലൂയ. യേശുവിനെ അങ്ങോട്ട് വെളിപ്പെടുത്തണം. ഗ്ലോറി. വെളിപ്പെടുത്തിയാൽ ഞാൻ ഈ മനുഷ്യന്, ഈ ബോംബെക്കാരൻ മനുഷ്യൻ, ഭാര്യയും ഭർത്താവിനെ പിള്ളേരെ, ഒരു മോനാണ് കഞ്ചാവടിച്ച് നടക്കുന്നവനാ. അവന്റെ കണ്ണിൽ കൂടെ കൂടുകൂടാ. ഹോ, ഈ പുള്ളിയോട് ചോദിക്ക, ഈ മോനോട് ചോദിക്ക, എടാ കഞ്ചാവെന്നോ വലുത്, നിന്റെ അപ്പന്റെ സൗഖ്യം എന്നോ വലുത്? കാലേ വീഴടാ അപ്പന്റെ. ആ ചെറുക്കൻ കാലേ വീഴുക. ആ വീട് മുഴുവൻ അന്ന് രക്ഷിക്കപ്പെട്ടു. ഞാനൊരു സന്ദേശം നിന്നോട് പറയാം. നിനക്ക് വായിൽ തന്ന വചനം, ഓ, നിന്റെ നോട്ടം യേശുവിന് മാറരുത്. ഇന്ന് രാത്രി ഇവിടുന്ന് പോകുമ്പോൾ നിന്റെ വീടിന്റെ സ്ഥിതി മാറും. നിന്റെ നോട്ടം യേശുവിന് മാറരുത്. യേശു ക്രിസ്തുവിൽ തന്നെയാകട്ടെ. ഒരു സ്ത്രീ ഭയങ്കരമായിട്ട് ചികിത്സിച്ചു. കഴിഞ്ഞിടെ ഒരു വലിയ റിസൾട്ടുമായിട്ട് എൻ്റെ അടുക്കൽ ഒരു അച്ഛൻ വന്നു. ഇത്ര റിസൾട്ട് ഉണ്ട്. ഞാൻ ചോദിച്ചു, അച്ഛൻ അസുഖം എന്തുവാ? അസുഖം ഒരു കിഡ്നി മൊത്തം പോയി. 2ാമത്തെ കിഡ്നി 40% വർക്ക് ചെയ്യുന്നു. ഞാൻ ചാവാൻ പോവാ പാസ്റ്ററെ. ഞാൻ പറഞ്ഞു, അച്ഛാ, ഈ ടെസ്റ്റ് ചെയ്ത ഡോക്ടറോടൊന്ന് ചോദിരേ, ഈ അസുഖം എന്നാ തുടങ്ങി? പുള്ളി ഡോക്ടറെ അടുക്ക പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു, അതിനൊരു ടെസ്റ്റ് ഉണ്ട്. ടെസ്റ്റ് നടത്തിയപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇയാൾ മരുന്നൊന്നും കഴിക്കണ്ടാടൂ. അതെന്നാ, നീ ജനിച്ചപ്പോഴേ ഇങ്ങനെ. പക്ഷെ അറിഞ്ഞത് 68ാമത്തെ വയസ്സിലാന്നേ ഉള്ളൂ. അറിവാന്നല്ലോ പ്രോബ്ലം. നിന്റെ ശരീരത്തിൽ എന്തോ രോഗം ഉണ്ടെങ്കിലും നീ മരിക്കുന്നിടം വരെ വെളിപ്പെടാതിരിക്കട്ടെ. ഒരാമയും പറഞ്ഞാട്ട് പുള്ളി എൻ്റെ മുമ്പിൽ നീ പേപ്പറിലും കൂടെ ഞുള്ളിക്കളഞ്ഞേച്ച് കീറി കളഞ്ഞേച്ച് എന്നോട് പറയുക, യേശു അത്ഭുതം. ഇന്നലെ 100 ഡിഗ്രി താന്നാ വന്നേ. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. കണ്ണ് ദൈവത്തിൽ. ഞാനൊരു കാര്യം പറയാം, മരണത്തെ പേടിക്കരുത്. അത് അപ്പൻ്റെ വീട്ടിലോട്ടുള്ള യാത്രയാ. അവിടെ എന്താന്ന് പഠിച്ചാൽ ഇവിടം വിടാൻ നീ കൊതിക്കും. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ഞാൻ സന്ദേശം പറയാം, മരുന്നിന് നിന്നെ രക്ഷിക്കാൻ കഴിയത്തില്ല, സമ്പത്തിന് നിന്നെ രക്ഷിക്കാൻ കഴിയത്തില്ല. രക്ഷിക്കുന്ന ഒരുവനേ ഉള്ളൂ, അവന്റെ പേരാ യേശു. ഓ, എനിക്കൊന്ന് ഒറ്റ ആളെ വരച്ചു കാണിക്കാനുള്ളൂ, അവന്റെ പേരാ ക്രിസ്തു. ഈ ഇഞ്ചിഞ്ചായി മരിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്ത്രീയുടെ കാര്യം കൂടെ പറയുമ്പോഴത്തേക്ക് പ്രാർത്ഥിക്കാനുള്ള നേരമാവും. മറ്റൊരു ഭാഗത്ത് പോകാനായി ദൂത് എടുത്തേ. ശ്രദ്ധിക്കണം. അവക്കുള്ളതെല്ലാം വിറ്റ് ഈ വൈദ്യന്മാർക്ക് വേണ്ട പിന്നെയും നമ്മളങ്ങ് കൊടുക്കുക. നമുക്ക് ഈ സ്തോത്രകാഴ്ച ഇടാനേ ഉള്ളു പിശുക്ക്. മെഡിക്കൽ സ്റ്റോറിൽ കൊടുക്കാൻ വല്ല പിശുക്കുണ്ടോ? എത്ര വേണമെന്നാ ചോദിക്കുന്നത്. ഹോസ്പിറ്റലാന്നേ പുതിയ മിഷൻ വാങ്ങിച്ചു വെച്ചേക്കാം, നിന്നെ ഒന്ന് കിട്ടിയാ കയറ്റിയിരുത്താൻ. നിന്റെ ഉള്ളത് മൊത്തം ഒരിടത്തുനിന്ന് വാങ്ങിച്ചാൽ അവര് പറയും, അടുത്തൊരു ലെറ്റർ തരാമേ. ഈയിടെ 89 ലക്ഷത്തിന്റെ ടെസ്റ്റ് നടത്തിയ ഒരു പുള്ളി എൻ്റെ അടുത്ത് വന്നു. ഈ കൊറോണ കൊടുമ്പിരി കൊണ്ട് നിൽക്കുമ്പോൾ എൻ്റെ ചർച്ചിൽ ഒരു കോടീശ്വരനുണ്ട്, ലക്ഷപ്രഭു. പുള്ളി എൻ്റെ ചെവി പറയാ, പാസ്റ്ററെ ഞാൻ ഇന്നലെ ഒരു ഇഞ്ചക്ഷൻ എടുത്തു. പുള്ളി പറയാ, എത്ര അയച്ചാൽ? 5.25 ലക്ഷം രൂപ. കൊറോണ വരികയല്ല. ഞാൻ പറഞ്ഞു, ഞാനും ഒരെണ്ണം എടുത്തു, വില എനിക്കറിയത്തില്ല, മേളിൽ നിന്നുള്ളതാ. നിങ്ങളാരും മിണ്ടുന്നില്ല.
അന്ന് വൈകിട്ട് പുള്ളി 9:30 എന്നെ വിളിച്ചു വെച്ച് പറഞ്ഞു, പാസ്റ്റർ ഇഞ്ചക്ഷൻ എടുത്താൽ എനിക്ക് കൊറോണ പിടിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് പിടിച്ചിട്ടില്ല, കാര്യം മേളിന്ന ഇഞ്ചക്ഷൻ. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിക്കണം. പണത്തിന് രക്ഷിക്കാൻ പറ്റുകയില്ല നിന്നെ. ജീസസ് നിന്നെ രക്ഷിക്കുന്ന ഒരാളേ ഉള്ളൂ. നിങ്ങളുടെ കണ്ണിൽ ഉദിച്ചു നിൽക്കണം യേശു. വിരുന്ന് വീട്ടിൽ ചെന്നാൽ ഉദിച്ചു നിൽക്കണം യേശു. മരണ വീട്ടിൽ ചെന്നാൽ ഉദിച്ചു നിൽക്കണം യേശു. രാത്രി ഉറങ്ങുന്നതും അർദ്ധരാത്രിയിലും വാതുക്കൽ മുട്ടുന്ന പ്രിയന്റെ സ്വരം കേൾക്കാൻ ഞാൻ ഉറങ്ങുമ്പോഴും എന്റെ മനസ്സ് ഉണർന്നിരിക്കുന്നു. ഒരു നല്ല ഹല്ലേലൂയ പറ. ആ 2 കൈ ഉയർത്തി ഒരു ഹല്ലേലൂയ പറ. ഇവളോട് ആരോ പറഞ്ഞറിഞ്ഞു യേശുവിൻ്റെ അടുക്കൽ ചെന്നാൽ സൗഖ്യം കിട്ടുമെന്ന്. അന്ന് വരെ യേശുവിൻ്റെ ശുശ്രൂഷ നിങ്ങൾ പഠിക്കണം. രോഗി വന്ന് വിവരം പറയണം. പക്ഷെ ഇവക്ക് പറയാൻ പറ്റത്തില്ല, അത്രയും അസുഖ. നിങ്ങൾക്കറിയോ, യേശുവിൻ്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ അത് താഴെ വരെ കിടക്കുക. അങ്ങനെയാന്നേ അവൾ നടന്നു വന്നല്ല, മുട്ടയിൽ എഴഞ്ഞു വരിക. എനിക്ക് അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലൊന്ന് തൊട്ടാൽ സൗഖ്യമാകാം. ഓ ഗ്ലോറി. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, ദൈവം തൊടാൻ വെയിറ്റ് ചെയ്യണ്ട, നീ കേറി തൊട്ടണം. ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ സൗഖ്യം വ്യാപരിക്കട്ടെ. ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ യെസ്. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, നിന്റെ ശരീരത്തെ കാർന്നു തിന്നുന്ന ചില മാരക രോഗങ്ങളുടെ വൈറസുകൾ ഇന്നിവിടെ വ്യാപരിക്കുന്ന ദൈവശക്തിയാൽ. തിരിച്ചറിവുള്ളവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. യേശുവിന്റെ നാമത്തിൽ നിനക്ക് ആരാധിക്കാൻ കഴിയാതെ, നിനക്ക് സ്തോത്രം ചെയ്യാൻ കഴിയാതെ, നിനക്ക് ഉപവസിക്കാൻ കഴിയാതെ, നിനക്ക് പ്രാർത്ഥനയിൽ പോരാടാൻ കഴിയാതെ, നിന്നെ വല്ലാത്തൊരു മാരക രോഗം കൊണ്ട് ബന്ധിച്ച് നിന്നെ ഒതുക്കി കളഞ്ഞെങ്കിൽ ഇന്ന് യേശു പറയുക, എന്റെ സ്പർശനം. കണ്ടോ യേശുവിന്റെ നാമത്തില് ചിലരുടെ മേൽ ദൈവശക്തി വ്യാപരിക്കുക. അന്ന് വ്യാപരിച്ച ദൈവശക്തി ഇന്ന് പരിശുദ്ധാത്മാവിലൊന്ന് നിറഞ്ഞ് എവിടൊക്കെയോ വലിയ ദൈവശക്തി. കൃപ കൃപ കൃപ. നിന്റെ സ്തോത്രത്തിന്റെ സ്വഭാവം ഒന്ന് മാറട്ടെ, നിന്റെ ആരാധനയുടെ സ്വഭാവം ഒന്ന് മാറട്ടെ. കേട്ടോ, ഈ ഗ്രൗണ്ടിനകത്ത് ദൈവ സാന്നിധ്യം ഇറങ്ങുക. നിന്റെ കുടുംബത്തെ ബാധിച്ച രോഗത്തിന്റെ കെട്ട്, കൊടിയ ആഭിചാരത്തിന്റെ ബന്ധനങ്ങൾ ഈ ആരാധനയുടെ നടുവില് കണ്ണ് പറിക്കരുത് യേശുവിൽ നിന്ന്. എനിക്ക് കാണാം ചില ശരീരങ്ങൾ ഫ്രീ ആകുന്നു, ചില ശരീരങ്ങൾ ഫ്രീ ആകുന്നു. എന്നും എന്നിനെ ഒത്തിച്ച് നടത്തിക്കുന്ന, എന്നും നിന്റെ ആരോഗ്യത്തെ ബന്ധിച്ചേക്കുന്ന കൃപ 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 കൃപ. ദൂതന്മാർ ഈ മീറ്റിംഗിനകത്ത് ഇറങ്ങുന്നു. ദൈവ സാന്നിധ്യം പിശാച് വിചാരിച്ച് നീ ഇങ്ങനെ ഇരിക്കുമെന്നല്ല. ഈ 3ാമത്തെ രാത്രി അവന്റെ നിഗൂഢ പദ്ധതികൾ. കൃപ 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 കൃപ. കൃപ വേണമപ്പ, കൃപ വേണമപ്പ. യെസ്. നീ വന്നതുപോലെ തിരിച്ചു ചെല്ലത്തില്ല. നിന്റെ അകത്തൊരു സൂര്യൻ ഉദിച്ചു നിൽക്കുക. ആ ഉദയ സൂര്യന്റെ പേര് യേശു എന്ന. ആർക്കും അണയ്ക്കാൻ പറ്റുകയില്ല. ഒരു രാജ്യം എഴുന്നേറ്റ്. കൃപ വേണമപ്പ, കൃപ വേണമപ്പ. എത്ര പേർ പ്രാർത്ഥിക്കും? ആളിക്കത്തുന്ന തീ പോലെ ഇതിനകത്ത് അഭിഷേകം വ്യാപരിക്കുക. അല്പനിമിഷം സ്തോത്രം ചെയ്യ. ഇന്ന് ചിലരുടെ മേൽ ദൈവത്തിന്റെ കണ്ണ് നിന്റെ മേലുണ്ട്. നിന്നെ ആരെങ്കിലും തൊട്ടാൽ അത് ദൈവത്തിന്റെ കണ്ണിന്റെ കൃഷ്ണമണിയെ തൊട്ട പോലെ. നിന്റെ കാൽ കല്ലിൽ തട്ടി പോകാതിരിക്കേണ്ടതിന് അവൻ ദൂതന്മാരോട് കൽപ്പിച്ചിട്ടുണ്ട്. കേട്ടോ, കൃപ കൃപ കൃപ. വർഷങ്ങളായി നിന്റെ കുടുംബത്തിന്റെ നന്മ അടഞ്ഞു കിടക്കുക. ഇന്നത്തെ പ്രാർത്ഥന അത് ഓപ്പൺ ആക്കും. അടുത്തിരിക്കുന്ന ആളെ നോക്കാതെ ഈ 3ാമത്തെ രാത്രി
നിന്റെ ശരീരത്തിൽ അഗ്നി വ്യാപരിക്കുന്നു. മർക്കോസിന്റെ മാളിക മുറിക്കകത്ത് ഓ കൃപ വേണമപ്പ, ഇന്ന് കൃപ വേണമപ്പ. യെസ്, പ്രവചന പ്രവചന ശതക്ഷര. ഓ യെസ്, നിന്റെ ശരീരം ഫ്രീ ആകുന്നു. നിന്റെ ബ്ലഡിനകത്തു നിന്ന് മാരകമായ രോഗാത്മാവ് ഇന്ന് ഇറങ്ങിപ്പോവുക. കണ്ണ് പറിക്കരുത്. ഇവിടെ പൗലോസിനല്ല സ്ഥാനം, ഇവിടെ ഏലിയാവിനല്ല സ്ഥാനം, ഇവിടെ ക്രിസ്തുവിനാ സ്ഥാനം. കൃപ കൃപ കൃപ. നീ പറഞ്ഞില്ലയോ ആ പ്രതിസന്ധി അഴിയത്തില്ലെന്ന്, ഇന്ന് രാത്രി അഴിയും. ആ പോരാട്ട പൊട്ടത്തില്ലെന്ന് പറഞ്ഞു ഇന്ന് രാത്രി. പുറത്ത് മഴ പെയ്യുന്ന പോലെ അകത്തു മഴ പെയ്യുക. ഓ യെസ്, ഇതൊരു ആത്മനിറവിന്റെ മീറ്റിംഗ് ആണ്. യേശുവിന്റെ നാമത്തിൽ പൈശാചിക തലങ്ങളെ ഓ കൃപ കൃപ കൃപ. നിന്റെ വായ വിസ്താരത്തിൽ തുറക്ക്. അവനതിനെ നിറയ്ക്കാൻ പോവുക. നിന്റെ വായ കൃപ 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 കൃപ. എവിടൊക്കെ അഭിഷേകം ചലിക്കുന്നു, എവിടൊക്കെ അഭിഷേകം ചലിക്കുന്നു, എവിടൊക്കെയോ ദൈവശക്തി. നമുക്ക് എല്ലാവർക്കും ആരാധിച്ചോണ്ട് അങ്ങ് എഴുന്നേക്കാം. ഇന്ന് ഞാൻ മെസ്സേജ് കണ്ടിന്യൂ ചെയ്യുന്നില്ല. എന്നോട് ദൈവാത്മാവ് പറയുക, മഴ നനയുന്നവരൊക്കെ ചില അകത്തോട്ട് കയറി നിന്നു. എന്നോട് ഹോളി സ്പിരിറ്റ് പറയുന്നു, അസാധാരണമായത് എന്തോ നടക്കാൻ പോവുക. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ആ രണ്ട് കൈയും ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. എത്രയും ഉയർത്താമോ അത്രയും ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. ഇന്ന് തീരുമാനിക്കണം, നിന്റെ കണ്ണ് യേശുവിൽ നിന്ന് മാറരുത്. നിന്റെ നോട്ടം നിന്റെ കുടുംബത്തിന്റെ സ്ഥിതി മാറത്തില്ലെന്ന് ആരാ പറഞ്ഞേ? അത് മാറ്റാൻ അധികാരമുള്ളവൻ. ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ, കൈതാത്തിട്ടെ എന്നെ നിങ്ങൾ നോക്കി. നിങ്ങളുടെ കണ്ണ് യേശുവിൽ നിന്ന് മാറരുത്. ഒത്തിരി പ്രോബ്ലംസ് നിന്റെ റൈറ്റും ലെഫ്റ്റും വരും, നോക്കരുത്. അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞ കേട്ടോ, തന്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ക്ഷീണിക്കാത്ത വിശ്വാസം, കരുത്തുള്ള വിശ്വാസം ഇന്ന് അതിനകത്ത് വ്യാപരിക്കണം. എത്ര പേര് സ്വീകരിക്കാൻ റെഡിയാ? ഒരു ചോദ്യം, കടബാധ്യത മറന്നേര്, രോഗം മറന്നേര്, പ്രശ്നം മറന്നേര്. ഒറ്റ കാര്യം, അണയാത്ത സൂര്യൻ പോലെ നിന്റെ കൺമുമ്പിൽ ക്രിസ്തു തെളിഞ്ഞു നിൽക്കണം. നെഗറ്റീവ് പറയരുത്. പാപ ഉപേക്ഷിക്കണം. യേശു വരാൻ സമയമായി. രക്ഷിക്കപ്പെടാത്തവർ രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടാത്തവർ സ്നാനപ്പെടണം. കാര്യം യേശു വരാൻ സമയമെടുത്തു. ഒരൊറ്റ കാര്യം പറഞ്ഞ് ഞാൻ നിർത്താം ഇന്ന് രാത്രി. ഒരു ചോദ്യം മാത്രം, എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് അണയാത്തൊരു സൂര്യനെ പോലെ എപ്പോഴും യേശുവിന്റെ മുമ്പിൽ കാണും? അങ്ങനെ പറയുന്നവരെ രണ്ട് കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഒരു ഹല്ലേലൂയയുടെ കോറസ് ഒന്ന് പാടണം. ഓ ജീസസ്, ഹല്ലേലൂയ ഹല്ലേലൂയ. മുഴുവൻ പേരും ഒന്നിച്ച് പാടിക്കേ. ഹല്ലേലൂയ ഹല്ലേലൂയ. കൈ ഉയർത്തി വീശി
പാടിക്കേ ഹല്ലേലൂയ. ആരും പാടാതെ നിൽക്കരുത്. ഈ ശബ്ദം കേൾക്കുന്ന സകല സ്ഥലത്തും നെഞ്ചത്തോടൊന്ന് ചേർത്ത് വെച്ച് എല്ലാ കണ്ണും അടച്ച് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാത്തവർ ഇന്ന് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കും. എങ്ങനെ രക്ഷകനായി സ്വീകരിക്കുന്നത്? യേശു എന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. യേശു മാത്രം ദൈവമാണെന്ന് വാ കൊണ്ട് ഏറ്റുപറയണം. അങ്ങനെ ഒരു ഏറ്റുപറച്ചിലൂടെ രക്ഷിക്കപ്പെടാൻ ആഗ്രഹമുള്ളവരാ കൈയൊന്ന് ഉയർത്തിപ്പിടിച്ച് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയി. എന്നോട് ചേർന്ന് പറയണം, യേശുവേ, അങ്ങേ എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചെന്ന് ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു. അങ്ങ് മാത്രം ദൈവമാണെന്ന് ഞാൻ വാ കൊണ്ട് ഏറ്റുപറയുന്നു. നിന്റെ മകനായി മകളായി എന്നെ തീർക്കണം. യേശുവിൻ്റെ നാമത്തിൽ കൈതാത്തിടാം. ഒരാൾ രക്ഷിക്കപ്പെട്ടാൽ അടുത്തത് ചെയ്യേണ്ടത് യേശുവിൻ്റെ കാൽവറി മരണത്തോട് അനുരൂപപ്പെടുന്ന സ്നാനം സ്വീകരിക്കണം. റോമർ 6:3 സ്നാനം ക്രിസ്തുവിനോട് ചേരുവാൻ, ഗലാത്യർ 3:27 സ്നാനം ക്രിസ്തുവിനെ ധരിക്കുവാൻ, ലൂക്കോസ് 7:30 സ്നാനം ദൈവത്തിന്റെ ആലോചന, മത്തായി 28:18-19 അത് ദൈവത്തിന്റെ കൽപ്പന. എല്ലാ കണ്ണു പടഞ്ഞിരിക്കട്ടെ. ഇതുവരെ ഞാൻ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ടിട്ടില്ല. യേശു എനിക്കൊരു അവസരം തന്നാൽ ഞാൻ സ്നാനമേറ്റ് യേശുവിനോട് ചേരും. അങ്ങനെ പറയുന്നവരാ കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ച്, നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച. എനിക്ക് ധാരാളം കൈകളെ കാണാം. 1 അല്ല 2 അല്ല 10 അല്ല 20 അല്ല, ധാരാളം കൈകളെ എനിക്ക് കാണാം. എനിക്ക് ഏറ്റവും ഇഷ്ടം ഒരാൾ രക്ഷിക്കപ്പെടുന്നതാ, സ്നാനപ്പെടുന്നതാ. ഞാൻ പ്രാർത്ഥിക്കാൻ പോ. സ്വർഗ്ഗസ്ഥ പിതാവേ, നിന്റെ കൽപ്പനയായ സ്നാനം സ്വീകരിപ്പാൻ 20ഓളം പേരിന്ന് കൈ ഉയർത്തി തീരുമാനമെടുക്കുമ്പോൾ സ്വർഗം ഇറങ്ങിയവരെ അനുഗ്രഹിക്കണം കർത്താവേ. അവർ യേശുവിന്റെ മുഖത്തൊന്ന് കണ്ണു പറിക്കാതെ യേശുവിനെ നോക്കി ജീവിക്കാൻ കൃപ ചെയ്യണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ഇനി കൈ താത്തിട. ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. രോഗമുള്ളവർ നിങ്ങളുടെ കൈ രോഗമുള്ള ഭാഗത്തേക്ക് വെച്ചാട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ പോ. സ്വർഗ്ഗസ്ഥ പിതാവേ, ഇവരുടെ രോഗസൗഖ്യത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവർക്ക് പാപത്തിൽ നിന്ന് സൗഖ്യം കൊടുത്തു ജീസസ്. ഇന്ന് രോഗത്തിൽ നിന്ന് സൗഖ്യം കൊടുക്കണം. യേശുവിന്റെ കൈ അവരെ സ്പർശിക്കണം. അവർ ഹീലാകട്ടെ. ശരീരത്തിലെ മുഴകൾ, ക്യാൻസറുകൾ, ട്യൂമറുകൾ ഹീൽ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ഇനി നമ്മൾ പാടി ഒന്ന് ആരാധിക്കാൻ പോവാം. നമുക്ക് ദൈവം ഈ 3ാമത്തെ ദിവസം 2 കൈകളും ഒന്ന് ചേർത്തടിച്ച് പാടി കർത്താവിനെ ഒന്ന് ആരാധിക്കാൻ പോവാ. ഈ ആരാധനയ്ക്ക് നടുവില് നിന്റെ മേൽ ഒരു വിടുതൽ സംഭവിക്കാൻ പോവാ. ഓ, ആ കരങ്ങളെ ഒന്ന് ചേർത്തടിച്ച് പാടി. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. യേശു ജീവിക്കുന്നു. മരണത്തിനോരതര നിരത്തിലും തകർന്നതാകയാ, മരണത്തിനോരതര വിഷമല്ലും തകർന്നതാകയാ.
ജീവിക്കുന്നതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാ. ഓ എന്നെ യേശു ജീവിക്കുന്നതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാ. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമിൽ എനിക്കെല്ലാമെന്റെ ശുഭത്രേ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. ചേർന്ന് പാടിക്കേ. കർത്താവ് വായ്കളെ തുറന്ന്, yes. ഹല്ലേലൂയ, ഓ, യേശു ജീവിക്കുന്നു. യേശു കർത്താവ് ജീവിക്കുന്നു. മണ്ണിലങ്ങി നിത്യവാസമൻ യേശുവിൻ മുന്നിൽ മഹത്വത്തിൽ മണ്ണിലങ്ങി നിത്യവാസമൻ യേശുവിൻ മുന്നിൽ മഹത്വത്തിൽ ഇനി വില്ലില്ല വീട്ടിൽ ചെന്നെത്തുന്ന നാളുകൾ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. ഓ, ചിലരുടെ മേൽ പരിശുദ്ധാത്മാവ് ചലിക്കുന്നു. നീങ്ങിപ്പോയി എന്റെ ഭാരങ്ങൾ, ഇവൻ മാറിപ്പോയി എന്റെ ശാപങ്ങൾ, സൗഖ്യമായി എന്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ നീങ്ങിപ്പോയി എന്റെ മാറിപ്പോയി എന്റെ ശാപങ്ങൾ, ഇവൻ സൗഖ്യമായി എന്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ, ഞാൻ പാടിടോ യേശുവിനെ ആരാധിക്കൂ. ഹല്ലേലൂയ, ഞാൻ പാടിടോ സർവശക്തനായ ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ, ഞാൻ പാടിടോ സർവശക്തനായവനെ. ഹല്ലേലൂയ, ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കും. ഓ ഹല്ലേലൂയ, ഞാൻ പാടിടും സർവശക്തനായവനെ. ഓ ഹല്ലേലൂയ, ഓ വിമാനം
தேசத்தை ஆளுகிற அந்தகார வல்லமைகள் இந்த கடைசி நேரத்தில் நாங்கள் ஆராதிக்கிற வேளையில அந்தகார லோகாதிபதிகள், வானமண்டலத்தில் பொல்லாத சேனைகள், சகல துரைத்தனங்கள், அதிகாரங்கள், தேசத்து ஜனங்களை ஆண்டவரை பிடித்து வைத்திருக்கிற, மதுபானத்தில் அடிமைப்படுத்தி வைத்திருக்கிற, பாவத்தில் அடிமைப்படுத்தி வைத்திருக்கிற சகல கட்டுகளும் தைக்கப்படுவதாக. இரவு நேரத்தில் தேசம் விடுவிக்கப்படட்டும், தேசம் விடுவிக்கப்படட்டும், தேசம் இயேசுவுக்கு சொந்தமாகட்டும். இயேசுவே தெய்வம் என்கிறதை சகல மனிதர்களும் அறிந்து கொள்ளப்படட்டும். ஹல்லேலூயா. இந்த தேசத்தில் ஒருவரும் நரகத்துக்கு நேராக சென்றுவிடக் கூடாது ஆண்டவரே. இந்த தேசத்தில் ஆண்டவரே வாழுகிற அத்தனை பேருடைய பெயர்களும் சீயோன் புஸ்தகத்தில் எழுதப்படட்டும். சகல இருதயங்களும் இயேசுவின் நாமத்தினால் திறக்கப்படுவதாக. Hallelujah. Thank you, Lord. Hallelujah. Thank you, Lord. உமக்கு நன்றி அப்பா. பிரசன்னத்திற்காக நன்றி.